ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ വാക്യം അത് മൈക്കിൽ കൂടെ വായിച്ച് കേൾപ്പിക്കും. പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഒരു മിനിറ്റ്, ഈ രണ്ട് മൈക്കിലും ഡിലേ വേണ്ട കേട്ടോ, ഫുള്ള് കട്ട് ചെയ്ത് വായിച്ചു. പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ നിങ്ങളെ പോലുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സുവിശേഷം എന്താണ്? സുവിശേഷം മനുഷ്യൻ വ്യർത്ഥമായ കാര്യങ്ങളെയൊക്കെ വിട്ടിട്ട് ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ളതാണ് വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന സുവിശേഷം. ഈ കാലഘട്ടത്തിൽ അത് പറയേണ്ടി വരുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. കാരണം സുവിശേഷ യോഗമെന്ന് നോട്ടീസിൽ പേരുണ്ടെങ്കിലും സുവിശേഷം കേൾക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. പെന്തിക്കോസുകാരെ കൈയടിപ്പിച്ച് തുള്ളിച്ച് പോകുന്ന ഒരനുഭവങ്ങളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ് സുവിശേഷം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ഒരു യോഗം പൊതുവിൽ വെക്കുമ്പോൾ ഇത് പുറത്തുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. ചില ആളുകൾ ചോദിക്കും, നിങ്ങളിങ്ങനെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കി ഇങ്ങനെ കാറി കൂവി ബഹളം ഉണ്ടാക്കാതെ നിങ്ങളുടെ പള്ളിക്കകത്തങ്ങ് തുള്ളിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ പൊരുൾ എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ദൗത്യമാണ് സുവിശേഷ യോഗത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സ്തോത്രം. അത് ലളിതമാകുന്ന ഭാഷയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം, ഞാൻ ഒരിക്കലൊരു കൺവെൻഷൻ യോഗത്തിന് പോയി. അപ്പോൾ എനിക്ക് വഴി നിശ്ചയമില്ലാത്തത് കൊണ്ട് ഈ കോളാമ്പിയിലൂടെ ശബ്ദം കേൾക്കാമെങ്കിലും പോകാനുള്ള വഴി നിശ്ചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയ ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ വഴികാട്ടിയായി നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഇരിക്കുന്ന ചില ചേട്ടന്മാരുണ്ട്. ഈ കനാലിൻ്റെയൊക്കെ വരമ്പിൽ ഇരിക്കുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഒരു വഴികാട്ടിയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഈ ശബ്ദം കേൾക്കുന്ന യോഗസ്ഥലം എവിടെയാണ്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ അത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി ആ വളവ് തിരിഞ്ഞ് ഇങ്ങനെ. ശരി, ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരാൾ, ഒരു മിനിറ്റ്, ഇന്ന് പ്രസംഗിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ. ഒരപേക്ഷയുണ്ട്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, ഞങ്ങൾ പെന്തിക്കോസുകാരൊന്നും അല്ല, അതുകൊണ്ട് ഞങ്ങൾ യോഗത്തിന് വന്ന് ഇരിക്കുന്നില്ലെങ്കിലും ഈ പറയുന്നതൊക്കെ എന്താണെന്നൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നില്ലേലും ഇവിടെ വന്ന് ഇരിക്കുന്നു. അപ്പം ഞങ്ങൾക്കൂടെ മനസ്സിലാകുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെ അങ്ങനെ പറയാൻ കാര്യം? അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല, ഇന്നലെ ഒരാൾ അവിടെ പ്രസംഗിച്ചു, തൊണ്ടയ്ക്കകത്ത് മാക്രി കയറിയിരിക്കുന്ന പോലെ ക്രാകുന്ന എന്തൊക്കെയോ പുള്ളി അലറി കൂവി. പുള്ളി പറഞ്ഞ എന്താണെന്ന് പുള്ളിക്കും മനസ്സിലായില്ല, ഞങ്ങൾക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പൊതുജനം കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സുവിശേഷ യോഗത്തിൻ്റെ ദൗത്യം. എന്തുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുക്കണം? വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട് കാര്യം പറഞ്ഞു കൊടുക്കണം? ഇന്ന് കേരളക്കരയിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പെന്തക്കോസ്ത് സമൂഹം ഒരു ചർച്ചയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നിങ്ങൾ വിചാരിക്കും ഈ സന്ധ്യയ്ക്ക് TV കാണുന്ന ചർച്ചയാണോ? അല്ല, അങ്ങനെയുള്ള ചർച്ചയല്ല. കാതോരമായ ചർച്ചകളിൽ പലപ്പോഴും ഈ സമൂഹം ഒരു സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതെന്തുകൊണ്ടാണ്? നാട്ടിലെ അനേക ആളുകൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണ്. സന്തോഷമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിലർ ഫ്യൂണറൽ സർവീസിനാണ് വന്നതെന്ന് തോന്നുന്നു. അടക്കത്തിനിരിക്കുന്ന പോലെ ഇരിക്കും. സ്തോത്രം. അപ്പൊ അനേക ആളുകൾ യേശുക്രിസ്തുവിന്റെ പിന്നാലെയാണെന്ന്.
ഇപ്പൊ നമ്മളൊരു കൺവെൻഷൻ നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂര്, പാസ്റ്റർ നാരായണൻകുട്ടി, പാസ്റ്റർ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, കുട്ടപ്പൻ എന്നും കൂടെ കേട്ടു ഇന്നിവിടെ. അപ്പൊ കുട്ടപ്പനും സുമേഷും ഷമീറും പിന്നെ ജോസഫും മാത്യുവും എന്ന് വേണ്ട വിവിധ വിഭാഗത്തിൽ നിന്നെല്ലാം ആരുടെ പുറകെയാ? യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് ചർച്ചയാവാതിരിക്കുമോ? അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചിന്തയാണ്, എന്നാലും യൗമാരെന്തിനിടെ യേശുവിന്റെ പുറകെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ജനങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയാത്തത് കൊണ്ട് പലർക്കും പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. ഒരു കാലത്ത് നമുക്കും അങ്ങനെ ആയിരുന്നു. ഞാൻ പല കൺവെൻഷനിലും പറയാറുണ്ട്, നമ്മുടെ പാട്ടൊക്കെ മനോഹരമായി പാടുന്ന പാട്ടൊക്കെ പൊതുജനം കേൾക്കണം. അപ്പോൾ ആളുകൾ അത് ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. പക്ഷെ നമ്മുടെ ആരാധനയുടെ സമയമാകുമ്പോൾ ഞാൻ പറയും പലയിടത്തും നമ്മുടെ പൊതു ഔട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ ആത്മാവിൽ ആരാധിക്കട്ടെ എന്ന് ഞാൻ പറയും. എൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ സത്യം അറിയാതിരുന്ന ഒരു കാലം ഓർത്ത് നോക്കേ. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരുത്തം കിടന്ന് ഉള്ളിച്ചാടി ബളം ഉണ്ടാക്കിയാൽ നമ്മൾ ചെന്ന് അവൻ്റെ കഴുത്തിന് പിടിക്കുക. സ്വാഭാവികമാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, അത് ആരുടെയും കുറ്റമൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട് ഒരു വിമർശന ബുദ്ധിയോടെ ഈ സമൂഹത്തെ കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കണമല ദേശവാസികൾ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം യേശുവിന്റെ പിന്നാലെ പോകുന്നത്? ഇവിടെ പ്രസംഗിക്കുന്ന ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി? സുരേഷും സുമേഷും രതീഷും രമണിയും സുമതിയും കുട്ടപ്പനും ഒക്കെ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി? ഇതിന്റെ യാഥാർത്ഥ്യം ഇന്ന് രാത്രി ദേശത്തോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആളുകൾക്ക് ഈ സമൂഹത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ചില ചേട്ടന്മാർ പറയും, അതിപ്പോ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല, ഞങ്ങൾക്കറിയാം എന്താ ഇങ്ങനെയൊക്കെ പോന്നേന്ന്. അങ്ങനെയുള്ള ചേട്ടന്മാരുണ്ട് നാട്ടിൽ. അപ്പൊ അവരോട് ചോദിക്കുക, എന്നാ ചേട്ടാ എന്താ എങ്ങനെ? അത് ഞങ്ങൾക്കറിയാം, ഇതിന്റെ കുട്ടൻസൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാ കാര്യം എന്നാ? അപ്പൊ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇത് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ് ഇവരൊക്കെ പെന്തിക്കോസിൽ പോകുന്നത്. അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടോ? ഒരു സ്വത്രം പറഞ്ഞേ. നിങ്ങൾ പോരാ, ഇവര് പോരാ. കിടക്കാനൊരു പായില്ലെങ്കിലും കേൾക്കാനൊരു സുഖമില്ലേ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ? സന്തോഷത്തോടെ ഒരു സ്വത്രം പറ. പിന്നെ അല്ല, കിടക്കട്ടെ ചുമ്മാ. അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി കണമലയിലെ കുറെ ഉപദേശിമാർ യേശുവിന്റെ പിറകെ ഇറങ്ങി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത സഹോദര, സ്നേഹത്തോടെ പറയട്ടെ, അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ബാപ്പായുടെയും ഉമ്മായുടെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് വേദപുസ്തകമെടുത്ത് ഷമീർ അബ്ദുൽ സലാം പെന്തക്കോസ്തി തുള്ളാൻ ഇറങ്ങിയപ്പോൾ ന്യായമായി ലഭിക്കേണ്ടുന്ന 1 സെന്റ് ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ, ബൈബിളും പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഉള്ള കടക്കാടവും കൂടെ പോയെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസി വന്നെന്നും പറഞ്ഞ് ചുമ്മാ വെറുതെ കളിയാക്കരുത് കേട്ടോ. സ്വതന്ത്രം. ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ഈ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ അവർ പറയും, ഇന്ന് ന്യായമായി കിട്ടേണ്ടുന്ന 1 സെന്റ് പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ഈ പുസ്തകം എടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കമ്മലും മാല ഇട്ടുണ്ട്, നിങ്ങൾ പൊട്ടും തൊട്ട് കുറിയും തൊട്ട് വാ, ഞങ്ങൾ ആനുകൂല്യം തരാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെന്നാ പറഞ്ഞത്. അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചല്ല കൂട്ടുകാരാ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ കളിയാക്കരുത്. ഞങ്ങളാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി വന്നവരല്ല. പിന്നെന്തിനാ? അതല്ലേ ഞാൻ പറയാൻ പോകുന്നത്. ക്ഷമയോടെ കേൾക്കുക. അപ്പൊ അടുത്ത ആള് പറയും, ഇതൊക്കെ ഇവരിങ്ങനെ പറയും, ഇതൊന്നും അല്ല സംഭവം, ഇതൊന്നും അല്ല. പിന്നെന്താ? അപ്പൊ അടുത്ത ആള് പറയാണ്, ഇത് മതം മാറ്റുന്ന പരിപാടിയാണ്. ഇപ്പൊ അങ്ങനെ കുറെ ചേട്ടന്മാർ പറഞ്ഞു, ഇതെന്താണ് മതം മാറ്റുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചേച്ചി അങ്ങനെ പറഞ്ഞു. ഒരു ചേച്ചിയുണ്ട് കേരളത്തിൽ. ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പൊങ്ങി വന്ന് ഒരു ഡയലോഗൊക്കെ അടിച്ചിട്ട് മുങ്ങും, പിന്നെ ഇടയ്ക്ക് പൊങ്ങും. അങ്ങനെ ഒരു ചേച്ചിയാണ്.
അപ്പൊ ആ ചേച്ചി പറഞ്ഞു, ഇവിടെ കുറെ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്ന് പറഞ്ഞ് ചേച്ചി. അപ്പൊ ഞാൻ അന്നേ ചേച്ചിക്ക് മറുപടി പറഞ്ഞതാണ്. എന്നാലും ചേച്ചിയുടെ ആളുകൾ വല്ലതും കണമേലുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ അങ്ങ് മാറാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കാം. ഞങ്ങൾ ഉപദേശിമാരാരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നു എന്ന് കണമലക്കാർക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്താൽ മതി. മറ്റൊന്നുമല്ല, ഞങ്ങൾ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നു എങ്കിൽ നിങ്ങൾ ഉടനെ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്താ, അടിയും വേണ്ട, വഴക്കും വേണ്ട, ബഹളവും വേണ്ട. 1000 രൂപയും മുഴുത്തൊരു കോഴി. ഇപ്പം കണ്ടിട്ടില്ലേ ജംഗ്ഷനിൽ ഇരുന്ന് കറങ്ങുന്ന നരകത്തിലെ കോഴി അല്ലേ? രാവും പകലും തീച്ചുളയ്ക്ക അല്ലേ? നരകത്തിലെ കോഴി. അത് തന്നെയാണ് നരകം. ഇതിലേക്കൂടെയൊക്കെ കുത്തുവെന്നുള്ളത് തമ്പുരാൻ തീരുമാനിക്കും. അപ്പം നരകത്തിലെ കോഴിയെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിനെ മുഴുത്തൊരു കോഴിയെ കാണിച്ച് തിരിച്ചം കൊണ്ടുപോകണം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉപദേശി, കഞ്ഞിക്കും പയറിനും വേണ്ടി ഇങ്ങോട്ട് വന്നവൻ തീർച്ചയായിട്ടും കോഴിക്കാല് കണ്ടാൽ അങ്ങോട്ട് പോകും. ഉറപ്പല്ലേ? സംശയം എന്താ? അങ്ങനെ എത്ര എണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് പോയി? ഇനിയും ഉള്ളത് പോകട്ടെ എന്നാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വേണേ കണമലക്കാർക്ക് ഒരു ഓഫറും കൂടെ ഞാൻ തരാം. നല്ലൊരു മുഴുത്ത കോഴിക്കാലും കാണിച്ച് ദാ ഈ പന്തലിൻ്റെ അകത്തുനിന്നൊരു 10 പേരെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപൊക്കോണം എന്നൊരു ഓഫറും കൂടെ തരിക. കൊണ്ടുപോക്കോ, കൊണ്ടുപോക്കോ, കൊണ്ടുപോക്കോ. 10, 25, 50 കൊണ്ടുപോക്കോ. അതിൻ്റെ പേര് ഞങ്ങളാരും നാളെ കണമലയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യത്തില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, സമരം വെക്കത്തില്ല, മുണ്ടും മടക്കി കൊത്തി തെറി വിളിക്കത്തില്ല. എത്ര എണ്ണത്തെ ഈ പന്തലിൽ നിന്ന് കോഴിക്കാലോ കോഴിയോ മുഴുത്തനെ കാണിച്ചോ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്തോണം? കൊണ്ടുപോക്കണം. ഇവിടെ ഒരു പരാതിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിന്റെ കഴുത്തെ കത്തിവെച്ചട്ടെ യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചട്ടെ. തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ലോ, നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. ആമേൻ. അതുകൊണ്ട് കോഴിക്കാല് കാണിച്ചൊന്നും ഞങ്ങൾ ആരെയും കൊണ്ടുവരുന്നില്ല. കഞ്ഞിയും പയറിനും ഒന്നും വേണ്ടി ആരും പെന്തക്കോസ്തി വരരുത്. അതുകൊണ്ട് കണമല കേൾക്കുന്നവരോട് ഞാൻ പരസ്യമായി വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വീട് കിട്ടും, കാറ് കിട്ടും, ലോറി കിട്ടും, കടഭാരം മാറും, രോഗം മാറും, അങ്ങനെ തകർച്ച മാറും, എല്ലാം മാറും, ഇങ്ങോട്ട് വരാം, പെന്തിക്കോസി വരൂ എന്നൊന്നും ചിന്തിച്ചൊറ്റ ഒരുത്തരും ഇതിൻ്റെ അകത്ത് വരരുതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട. കാര്യം ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ വേണ്ടിയാണ് യേശുവിൻ്റെ പിന്നാലെ വരുന്നതെന്നൊരു തെറ്റിദ്ധാരണ ഇവിടെയുള്ള കുറേ മാജിക്കുകാരന്മാരായ വട്ടന്മാർ തങ്കുവും താരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക്, സൈക്കിളെ വാട, കാറെ പോവാന്ന് പറയുന്ന അത്തരം മാജിക്കുകാരനൊന്നുമല്ല യേശു. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പെന്ന് പറയുന്ന കൊട്ടൻ ചുക്കാതിക്കാരനുമല്ല യേശു. അതിൻ്റെ അപ്പുറത്ത് യേശുക്രിസ്തു വിശ്വസിച്ചാൽ നിനക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഉറപ്പായി പറയാൻ ഒന്ന്, പാപമോചനം കിട്ടും, നിത്യജീവൻ കിട്ടും, മരണാനന്തര ജീവിതം കിട്ടും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. ആമേൻ. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിത്തിരിച്ചവരാണ് പെന്തക്കോസ്തരായ ദൈവമക്കൾ എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കും. അപ്പോ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിലേക്ക് വരണം? ഭൗതികമായ നന്മകൾക്ക് അടിസ്ഥാനമല്ല വിശ്വാസ ജീവിതം. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ ദേശത്തോട് കാര്യം പറയാൻ പോവുകയാണ്. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഒന്ന് ചിന്തിക്കാം. വായിച്ചാട്ടെ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ശ്രദ്ധിക്കുക, പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ബൈബിൾ വാക്യം ഇതുപോലെ അങ്ങ് വായിച്ചു വിട്ടാൽ ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ടൊന്ന് അല്പം വിശദമാക്കി പോകാം. ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണം, പത്തനംതിട്ട എന്ന് പറയുന്ന പോലെ, എരുമേലി എന്ന് പറയുന്ന പോലെ ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പൗലോസും ബർന്നബാസും മറ്റു ശിഷ്യഗണങ്ങളും
ഈ ഇക്കോന്നി എന്ന് പറഞ്ഞ പട്ടണത്തിൽ വന്നേ, ഞങ്ങൾ ജനിച്ചതേ പണ്ടേ ദൈവത്തിൻ്റെ ആളുകളാ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സ്വന്തം ക്രിസ്ത്യാനികളെ പോലെ അന്നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് വാലുപിടിച്ച് അവകാശപ്പെടുന്ന പാരമ്പര്യ യഹൂദക്കാരനായ യഹൂദന്റെ പള്ളിക്കകത്ത് കയറി പള്ളിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ചു കൊന്നൊരു നസ്രത്തുകാരനുണ്ടല്ലോ, അവൻ തന്നെയാണ് മശിഹ എന്ന് തൻ്റെ ഇടത്തോടെ പള്ളിയിൽ പ്രസംഗിച്ചു. ആമേൻ. പരിശുദ്ധാത്മാവ് അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മേലിറങ്ങിയ പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവായിരുന്നു. ബാക്കി ഞാൻ പിന്നാലെ പറയാം. അപ്പൊ അവർ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അത് കേട്ടിട്ട് ഒരു കൂട്ടം യഹൂദന്മാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അതാണ് വായിച്ചത്. അടുത്ത വാക്ക്, വിശ്വസിക്കാത്ത യഹൂദന്മാരോ. ഇപ്പൊ ഈ വിശ്വസിക്കാത്ത ആളുകൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടല്ലോ. അവർക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ വിശ്വസിക്കാത്ത യഹൂദന്മാർ എന്ത് ചെയ്തു? ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ എന്താന്ന്? ഈ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ, അപ്പൊ അവർക്ക് നേരിട്ട് ഇവരോട് എതിർക്കാൻ ഒരു ചമ്മൽ, നമ്മൾ നാളെ കാണേണ്ടവരല്ലേ എന്നുള്ളത് കൊണ്ട് നേരിട്ട് അങ്ങോട്ട് എതിർക്കാൻ വയ്യ. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ആളുകളെ ഇളക്കി മൂപ്പിച്ച് ദൈവദാസന്മാരെ നേരെ തിരിച്ചെന്നായി പറഞ്ഞ്. ഞാനും കഴിഞ്ഞ 3-4 ആഴ്ചയ്ക്ക് മുമ്പ് ആലപ്പുഴയ്ക്കടുത്ത് പൂപ്പള്ളി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ പരസ്യയോഗത്തിൽ കവലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പം ആളുകൾ, ഓട്ടോക്കാർ, ലോഡിങ്ങുകാർ, മറ്റ് കടക്കാരെല്ലാം ഇങ്ങനെ കേട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ മദ്യം മനുഷ്യൻ്റെ മേൽ വരുത്തുന്ന വിപത്തുകളെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവിടെ ആഴ്ച പീലായി ഒരു കുടിയൻ ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി ഇങ്ങനെ പല്ലും കടിച്ചിങ്ങനെ എൻ്റെ നേരെ നോക്കി ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഈ ലോഡിങ്ങുകാരും കടക്കാരും ആട്ടോക്കാരെല്ലാം ശ്രദ്ധയോട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇങ്ങേർക്ക് ഒന്നും വയ്യ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യൂ, നേരിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു വൈക്ലഭ്യം കൊണ്ട് നേരെ ഓരോ ആട്ടോക്കാരൻ്റെയും മൂട്ടിച്ചെന്ന് ഇങ്ങനെ മൂപ്പിക്കുക. അവൻ പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ആട്ടോക്കാരെല്ലാം അവൻ്റെ തലയ്ക്ക് പിടിച്ചേ പോണ എന്നും പറഞ്ഞ് തട്ടി തട്ടി എല്ലാവരും. അപ്പോൾ ആരും ഇവൻ്റെ ഒത്തിന് വരുന്നില്ല. അങ്ങനെ കുറേ മൂപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പം പുള്ളി അങ്ങ് നടന്നങ്ങ് പോയി. അപ്പോൾ ഇതായി മൂപ്പിക്കുന്ന പാർട്ടികൾ നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം പറയണമെങ്കിൽ പറയാം. കോട്ടയത്തിൻ്റെ താഴെ കഞ്ഞിക്കുഴിക്ക് അപ്പുറത്ത് ദേവലോകം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ലേ, അതിൻ്റെ കീഴെ ഒരു അരമന എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലേ. അവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേപോലെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് പ്രസംഗിക്കാൻ പോയി. അപ്പം ഇതേപോലെ 2-ാമത്തെ 3-ാമത്തെ ദിവസമാണ് പ്രസംഗിക്കാൻ പോയത്. അപ്പോൾ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, പുറത്തുള്ള ആളുകൾ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം സംഘാടകർ പറഞ്ഞു 4 മൂലയ്ക്ക് 4 കോളാമ്പി അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അതിനെ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഇന്നലെ അഴിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതിനെ അഴിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഈ അരമനയെന്ന് അവിടുത്തെ പുരോഹിതന്മാരാരോ സംഘാടകരെ വിളിച്ചിട്ട് പറയുക, ഈ സൈഡിലോട്ടുള്ള ഹോൺ മര്യാദയ്ക്ക് അഴിക്കുന്നോ അതോ ഞാൻ ഇവിടുത്തെ BJP-ക്കാരെ അങ്ങോട്ട് വിടണോന്ന്. ആരാ ചോദിച്ചത്? പുരോഹിതൻ ചോദിക്കുക, ഞാൻ അങ്ങോട്ട് വിടണോന്ന്. അപ്പോൾ സംഘാടകർ പറഞ്ഞു വിടണ്ട, അഴിച്ചേക്കാന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം നേരെ കർത്താവിനെ പ്രസംഗിക്കുന്നതിനാണ് പുരോഹിതന് ബുദ്ധിമുട്ട്. അപ്പം നേരെ വരാൻ പറ്റാത്തതുകൊണ്ട് മൂപ്പിക്കുന്ന പരിപാടി എല്ലാ കാലത്തും ഉണ്ട്, കർത്താവിൻ്റെ കാലത്തും ഉണ്ട്. അതാ ഇവിടെ വായിച്ചത്. ഇപ്പം കാര്യം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മൂപ്പിച്ച് ദൈവദാസന്മാരുടെ നേരെ ഇളക്കി വിട്ടു. ഉടനെ എന്ത് ചെയ്തു? വായിച്ചേ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. ഈ മൂപ്പിക്കലൊന്നും കണ്ട് പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാർ കുലുങ്ങിയില്ല. അവർ വളരെ കാലം അവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതാ പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം. സ്തോത്രം. ഇനി അല്ലാത്ത പരിശുദ്ധാത്മാവ് ഇല്ലാത്ത അഭിഷിക്തന്മാരുണ്ട്. അതിൻ്റെ തെളിവ് പിന്നാലെ പറയാം. അപ്പോ അവരവിടെ ധൈര്യത്തോടെ പാർത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അടുത്തത്, അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ദൈവം അവരുടെ കൂടെ നിന്ന് അത്ഭുതങ്ങളെ ചെയ്തു എന്നാണ് വായിച്ചത്. അടുത്തത്, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു 2 പക്ഷമായി. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. 2 പക്ഷമായി ജനം. ഇങ്ങനെയും ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കവലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു കുടിയൻ ചേട്ടൻ കള്ളു കുടിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ നേരെ നിന്ന് ആക്ഷേപം പറഞ്ഞ് ഇങ്ങനെ റോഡിൽ നിന്ന് ഡാൻസ് കളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഗോഷ്ഠി കാണിക്കുകയൊക്കെ ചെയ്തു.
ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യാതെ മാറി നിന്ന് പ്രസംഗിച്ചു. അപ്പോൾ കുറേ കേട്ടോണ്ടിരുന്നപ്പം ആ നാട്ടിലെ തന്നെ ചെറുപ്പക്കാർ 5-6 പിള്ളേർ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇവൻ്റെ കഴുത്തിന് പിടിച്ചുകൊണ്ടുപോയി മതിലിലോട്ട് ചേർത്ത് കിട്ടിയിട്ട് പറഞ്ഞിടാ മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. അവർ ചീത്ത വല്ലതാണോ പറയുന്നത്? അവർ തെറി വല്ലതാണോ വിളിച്ച് പറയുന്നത്? അവർ നല്ല കാര്യമല്ലേ പറയുന്നത്? നീ എന്നാടാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ള ആളുകൾ തന്നെ വന്ന് ഇവനെ ചുമന്നുകൊണ്ട് അങ്ങ് പോയി. അതാ 2 പക്ഷം. അങ്ങനെ കുറച്ച് ബോധമുള്ള ആളുകൾ നാട്ടിലുണ്ട്. അപ്പോൾ അവർ ഇവനെ ചുമന്ന് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ 2 പക്ഷം, ചിലർ യഹൂദന്മാരുടെ പക്ഷത്തും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തുമായി. അടുത്തത്, അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ. നിൽക്കട്ടെ. അപ്പം പരിശുദ്ധാത്മാവ് അകത്തുള്ള സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചു കൊണ്ടുപോയ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച സമ്മാനം അപമാനം, കല്ലേറ്, അക്രമം. അന്നും അങ്ങനെ തന്നെയാ, ഇന്നും അങ്ങനെ തന്നെയാ, അല്ലേ? അപമാനം, കല്ലേറ്, അക്രമം. ആരാ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുന്നവർ, സുവിശേഷത്തിന് മായം കലർത്താതെ സുവിശേഷം മാത്രം പ്രസംഗിക്കുന്നവർ, അവർക്ക് ലഭിച്ച സമ്മാനമാണ് അപമാനവും കല്ലേറും അക്രമവും. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രാണഭയമില്ലാതെ ദൈവവചനം പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാരെ തെരഞ്ഞു പിടിച്ചാണ് അപമാനവും കല്ലേറും അക്രമവും. മാജിക്ക് കാണിക്കുന്നവന്മാർക്ക് ഒരു കുഴപ്പവും. ഇപ്പോൾ തന്നെ യേശു ചേച്ചിയുടെ പല്ലിൻ്റെ പോടടക്കിയ ഒരു കുഴപ്പമില്ലല്ലോ. ചേച്ചിയുടെ പല്ലിൻ്റെ പോട് യേശു അടയ്ക്കുക, ഒരു കുഴപ്പമില്ല. ചേച്ചിയുടെ കഷണ്ടിയിൽ ഇതാ മുടി കിളിർക്കുന്നു, റൈറ്റ് നൗ ഫയർ, ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. യേശു അല്ലാതെ മറ്റൊരുത്തലും രക്ഷയില്ലെന്ന് പ്രസംഗിക്കുന്നവരെയാണ് ടാർഗറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും കൊണ്ട് പരിശുദ്ധാത്മാവ് അകത്തുള്ളവർ കുലുങ്ങുകയല്ലോ മനുഷ്യ. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കും, ഇതുപോലെ പ്രസംഗിക്കും, ഒരു പുണ്ണാക്കും സംഭവിക്കത്തില്ല. കാലങ്ങളായി 22 വർഷമായി ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എത്ര മുൻമഴ, പിന്മഴ, തീ, അഗ്നി, ഫയർ. ഇപ്പം യൗമാരെ ഒന്നും കാണാൻ പോലുമില്ല. എങ്ങോട്ട് പോയോ, രാജ്യം വിട്ടു പോയെന്നും അറിയത്തില്ല. പിന്മഴ, എന്തോ മുൻമഴ, അഗ്നി, ഫയർ, ടച്ച്, തീയ്, ഇതൊന്നുമില്ല. പണ്ടും സത്യവചനം പ്രസംഗിച്ച ദൈവദാസന്മാർ ഇന്നും ഉണ്ട്, അന്നും അവർ പ്രസംഗിക്കുന്നുണ്ട്, ഇന്നും അവർ പ്രസംഗിക്കുന്നുണ്ട്. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അഭിഷിക്തന്മാർ ഇന്നും ദൈവകരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുമുണ്ട്. സ്തോത്രം. ഉള്ളത് പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരെ ആക്രമിക്കാനുള്ള പാപം വന്നപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തീരുമാനിച്ചു, അക്രമത്തിന്റെ വഴി നമുക്ക് ഇല്ല. സ്തോത്രം. ഇന്ന് ഞാൻ ഒരു ദൈവദാസൻ പ്രസംഗിച്ച് കേട്ട ഒരു കാര്യം ഒന്ന് കടം കൊണ്ട് പറയുക. ഒരു ദൈവദാസൻ ഇന്ന് തിരുവല്ലായി പ്രസംഗിച്ച് കേട്ട ഒരു കാര്യം കടമെടുത്ത് പറയുക. അദ്ദേഹം പറഞ്ഞത്, തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാര് ഈ യേശുക്രിസ്തുവിൻ്റെ പാട്ടും പാടിക്കൊണ്ട് ഒരു ദേശത്ത് ചെന്ന് മൈക്കൊക്കെ വെച്ച് പാട്ട് പാടിയപ്പോൾ കുറച്ച് ചേട്ടന്മാർ വന്നേച്ച് ഈ പിള്ളേരെ തല്ലാൻ വന്നു, ഈ പയ്യന്മാരെ തല്ലാൻ വന്നു. ഒരു പയ്യനെ വന്ന് തല്ലി, നിർത്തട എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞ് തല്ലാൻ വന്നപ്പോൾ ഈ പയ്യന്മാരെല്ലാം കൂടെ തല്ലാൻ വന്നവനെ എടുത്തിട്ട് അങ്ങ് മേഞ്ഞെന്ന്. ശരിക്ക് അടിച്ചു കീറി വിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നല്ല അടി കൊണ്ട്. അടി കൊണ്ടപ്പം പോലീസ് കേസായെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ വന്നിട്ടേ ആദ്യം തല്ലാൻ വന്ന ആ ചേട്ടന്മാരോട് ചോദിച്ചു, അവർ പിള്ളേർ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ട് നിന്നല്ലേ പറയുന്നത്, നിങ്ങളെന്തിനാ തല്ലിയെന്ന് ചോദിച്ചപ്പം യവന്മാർ പറഞ്ഞെന്നേ, പാസ്റ്റർമാരാന്ന് വിചാരിച്ച് തല്ലിപ്പോയതാന്ന്. സംഭവം പിടികിട്ടിയോ? പാസ്റ്റർമാരാണെ തിരിച്ചിങ്ങോട്ട് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പോയി തല്ലിപ്പോയതാ. പക്ഷെ ആള് മാറിപ്പോയി, അത് വേറെ പിള്ളേരായിരുന്നു. പിടികിട്ടിയ ഈ തല്ലാൻ വരുന്ന അണ്ണന്മാരുടെയൊക്കെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ഇവനെ കാലേ വാരി ഭിത്തിയിലോട്ട് ഒറ്റ അടി അടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടും നട്ടലില്ലാഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ മിണ്ടാതെ പോകുന്നത്. ഈ പുസ്തകം അക്രമത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ മിമിക്രി കഴിഞ്ഞിട്ട് വന്ന അണ്ണന്മാരാ ഇവിടെ ഇങ്ങനെ കുഞ്ഞാടുകളെ പോലെ ഇരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വലിയ വിരട്ടലും വിലവേശലും ഒന്നും പിണറായി പറയുന്ന പോലെ ഇങ്ങോട്ടും വേണ്ട. സ്തോത്രം. അപ്പം അതുകൊണ്ട് ഇവിടെ വായിച്ചത് ഒരു അക്രമത്തിന് ഇവർ മുതിർന്നപ്പോൾ അക്രമത്തിന് ഈ പുസ്തകം എന്ത് ചെയ്യുന്നില്ല, അനുവാദം തരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വായിച്ചേ. അവരത് ഗ്രഹിച്ച് ഇവർ അക്രമത്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് ലുസ്ത്ര, ദെർബ എന്ന ലുക്കോവന്യ പട്ടണങ്ങളിലേക്കും
ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. ശ്രദ്ധിക്കുക, ആക്രമിക്കാൻ നമുക്ക് പ്രമാണമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവദാസന്മാരെ ആ ദേശം വിട്ട് തൊട്ടടുത്ത ദേശമായ ലുസ്ത്ര, ദർബ തുടങ്ങിയതായ പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് കപ്പലണ്ടി കച്ചവടം നടത്തിയെന്നാണോ? ആണോ? അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. അതാണ് പരിശുദ്ധാത്മാഭാഗത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം. മനസ്സിലായോ? എവിടെ കൊണ്ടിട്ടാലും അവർ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. കണമലേന്ന് ഓടിച്ച് റാന്നി വിട്ട റാന്നി സുവിശേഷം പറയും, റാന്നിന്ന് ഓടിച്ച് വെച്ചൂച്ചിറ വിട്ട വെച്ചൂച്ചിറ സുവിശേഷം പറയും, വെച്ചൂച്ചിറന്ന് പിടിച്ച് എരുമേലിക്ക് വിട്ട എരുമേലി സുവിശേഷം പറയും, എരുമേലിന്ന് ഓടിച്ച് പത്തനംതിട്ട വിട്ട പത്തനംതിട്ട സുവിശേഷം പറയും. എവിടെ കൊണ്ടിട്ടാലും പരിശുദ്ധാത്മാഭാഗത്തുള്ള അഭിഷിക്തന്മാര് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ പരിശുദ്ധാത്മാഭാഗത്തുള്ള ദൈവദാസന്മാരുടെ ലക്ഷണം എവിടെ പോകാൻ പറഞ്ഞാലും എന്ത് ചെയ്യും? പറ, പോ. ഇനി ഇതില്ലാത്തവന്മാരുടെ ലക്ഷണമാണ് ഞാൻ ഇനി പറയുന്നത്. യവന്മാരെ സ്ഥലം മാറ്റിയാലും പോവില്ല. ആട്ട കടിച്ച് കിടക്കുന്ന പോലെ ഇവൻ അവിടെ കിടക്കും. സ്ഥലം മാറ്റി പോത്തില്ല. കമ്മിറ്റിക്കാരെ ചാക്കിട്ട്, വിശ്വാസികളെ ചാക്കിട്ട്, കത്ത് കൊടുപ്പിച്ച്, അടിയുണ്ടാക്കി, പത്തെണ്ണത്തെ പറിച്ചെടുത്ത് അപ്പുറത്ത് സഭ തുടങ്ങാനുള്ള പരിപാടി. ഇവൻ ആട്ട പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കും. കാരണം എന്താ? ഇവന്റെ അകത്ത് പരിശുദ്ധാത്മാവല്ല ഉള്ളത്, പിശാചാണ് ഇവനെ ഭരിക്കുന്നത്. പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം, എന്നെ വേലയ്ക്ക് വിളിച്ചത് സംഘടനയല്ല, വേലയ്ക്ക് വിളിച്ചതൊരു വ്യക്തിയല്ല, വേലയ്ക്ക് വിളിച്ച് കൈപിടിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ എന്നെ ഉലകത്തിൽ എവിടെ കൊണ്ടിട്ടാലും ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് ഹൃദയത്തിന്റെ അകത്ത് ബോധ്യമുള്ളവരാണ് പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാർ. അവർക്കത് മാറ്ററല്ല. എവിടെ കൊണ്ടിട്ടാലും അവരവരുടെ വേല തികച്ച് അങ്ങ് പോകണമെന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ തന്നെ എനിക്ക് കടിച്ചു തൂങ്ങി കിടക്കണമെന്ന് പറയുന്ന ചിന്തയൊന്നും പരിശുദ്ധാത്മാഭാഗത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണമല്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊക്കെ 16-17 വർഷമായിട്ട് തെരുവിൽ പ്രസംഗിക്കുന്ന ആളാണ്. എനിക്ക് വലിയ ആൾക്കൂട്ടമൊന്നും മുമ്പിൽ വേണമെന്നൊന്നുമില്ല. ഇന്നാളൊരു പാസ്റ്റർ എന്നെ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ചോദിക്കുക, ഞങ്ങളൊരു 50-60 പേരെ കാണൂ, വരുവോന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരിക്കുന്ന കർത്താവിന് ഇറങ്ങി വരാൻ എത്ര പേര് വേണം? പറ 2-3 പേരുണ്ടെങ്കിൽ പുള്ളി വരും. പക്ഷെ പുള്ളിയെക്കാളും വലിയ പുള്ളികൾ ഇവിടെ ഉണ്ട്. അതാ അങ്ങനെ ചോദിക്കാൻ കാര്യം. അപ്പോൾ പറയാണ്, ഇന്നാൾ ഒരു പാസ്റ്ററെ വിളിച്ചു, ഗ്രൗണ്ടിൽ വന്നു, കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പം 35-40 പേരേ ഉള്ളൂ. പുള്ളി ഗ്ലാസ് തിരിച്ചിട്ട് വിട്ടടിച്ചങ്ങ് പോയി. അപ്പോൾ സംഘാടകർ വെപ്രാളപ്പെട്ട് വിളിച്ചു, പാസ്റ്ററെ എന്താ വന്നിട്ടെന്താ, എൻ്റെ റേഞ്ച് എന്തുവാന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന്. അവൻ്റെ റേഞ്ച് കർത്താവിനേക്കാളും വലിയ റേഞ്ചാ പുള്ളിക്ക്. കർത്താവിന് 2 പേര് മതി. സ്തോത്രം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അത് മതിയല്ലോ. പിന്നല്ലാതെ റേഞ്ച് കുറഞ്ഞവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അരമണിക്കൂർ മൈക്ക് കൊടുത്ത് നോക്കണം, തീപ്പരി പോലെ നിൽക്കും. സ്തോത്രം. ഞാൻ അതിശയിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ദൈവദാസന്മാരുണ്ട് ശക്തമായി വചനം പറയുന്നു, പക്ഷെ അവസരമില്ലെന്നേ. സ്വന്തം സംഘടനയുടെ കൺവെൻഷനെങ്കിലും ഓരോ വർഷം ഒരു ദിവസം ഒരാളെ പ്രൊമോട്ട് ചെയ്യണ്ടേ? നാട്ടുകാരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഇവരിപ്പോൾ പിണങ്ങും. ഞാൻ അടുത്ത വേദി ഉണ്ടാക്കാൻ പ്രസംഗിക്കുന്ന ആളല്ല, അതുകൊണ്ട് ഇവർ ഇനി വിളിച്ചില്ലേലും എനിക്കത് പ്രശ്നമില്ല. കേരളത്തിൽ കവലകളുള്ള കാലത്തോളം എനിക്ക് പ്രസംഗത്തിന് ഒരു മുട്ടും സന്തോഷം. പക്ഷെ പറഞ്ഞതൊരു സത്യമാണ്. സ്വന്തം സംഘടനയുടെ കൺവെൻഷനിൽ ഒരു ദിവസം എല്ലാ വർഷവും കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ 10 പ്രസംഗകരെ ശക്തമായി രംഗത്തിറക്കാൻ സാധിക്കും. പയ്യന്മാരുണ്ടെന്നേ, വളരെ ശക്തമായി ദൈവവചനം പ്രസംഗിക്കുന്നവരുണ്ടെന്നേ. നമുക്കതൊന്നും അങ്ങനെയുള്ള ചിന്താഗതി ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പോട്ടെ, ഞാൻ ആ തുടക്കത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ഇച്ചിരി കഴിഞ്ഞ് വിഷമിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആമേൻ, അവരവിടെ പോയിടത്തെല്ലാം സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത വാക്ക്, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അപ്പൊ ഈ ദൈവദാസന്മാരിൽ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഇതുപോലെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്ന കാലം മുതൽ കാലിന് മുടന്തായി നടക്കാൻ കഴിയാത്ത ഒരു വൈകല്യമുള്ള ഒരു സഹോദരൻ വചനം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിങ്ങനെ ഇരുന്നു. അപ്പോഴോ അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി. പൗലോസ് അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ? സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പൗലോസിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആ വചനം ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ? അവന്റെ അകത്തൊരു വിശ്വാസം കയറി വരുന്നുണ്ട്.
ഒരു വിടുതൽ അവന്റെ അകത്ത് സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു വിശ്വാസം അവന്റെ അകത്ത് വരുന്നുണ്ട്. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം, സൗഖ്യം പ്രസംഗകരുടെ പോക്കറ്റിൽ നിന്ന് ഇട്ടുകൊടുക്കുന്നതല്ല. കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ ഉള്ളത്തിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വരുന്ന, രൂപപ്പെട്ടു വരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത്. അല്ലാതെ കയറി വരുന്ന പ്രസംഗകന്റെ അവൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളവൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്ന സൗഖ്യം ഇതൊന്നുമില്ല. കണ്ടിട്ടില്ലേ ചില ആൾ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നു. സ്വതന്ത്രം നാളൊരു വട്ടം പറയുന്നത് കേട്ടു, അവന്റെ പോക്കറ്റിൽ വീടിരിപ്പുണ്ട്, എത്ര വീട് വേണം, എന്നാ പിടിച്ചോ ഇട്ട് കൊടുക്കും. ഊളംപാറയിലൊക്കെ കൊണ്ടിടേണ്ടവനെയൊക്കെ. ആമേൻ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, സൗഖ്യം ആരുടെയും കുത്തകയല്ല. ആമേൻ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അകത്ത്, നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ അകത്ത് വചനം ഉണ്ടാക്കുന്ന ആ രൂപാന്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതിൽ പ്രസംഗകർക്ക് ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അവന്റെ അകത്തൊരു വിശ്വാസം രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അടുത്ത വാക്ക് പെന്തക്കോസ്തുകാർ ശ്രദ്ധിച്ചോണം. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഒന്നുകൂടെ, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് എന്റെ ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി. ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എന്ന നാമത്തിന്റെ പവർ. അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് ശക്തി. സ്വത്രം പോവരുത്. അതാണ് ഈ നാമത്തിന്റെ ശക്തി. ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതിന്റെ പേരാ ദൈവിക സൗഖ്യം. ഇന്നങ്ങനാണോ? അതാ ഞാൻ പറഞ്ഞ സ്വത്രം കുറയരുതെന്ന്. ഇന്നങ്ങനല്ല ബ്രദറെ, സൗഖ്യമായിട്ടുണ്ട്, വിശ്വസിച്ചോ. ഗ്രാജുവലി അങ്ങ് നടന്നോളൂ. ഇൻസ്റ്റാൾമെന്റ് സൗഖ്യം കർത്താവ് തുടങ്ങിയിട്ടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? കർത്താവ് സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് പരിപാടി ഒന്നും കർത്താവിന് ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. നാളൊരു പെണ്ണുമ്പിള്ള പറയാണ്, എൻ്റെ വയറ്റിൽ 16 മുഴയുണ്ടായിരുന്നു. ഞാൻ വെളിയിൽ നിന്ന് ഇങ്ങനെ എണ്ണി നോക്കുമായിരുന്നു, 16. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുട്ടാരക്കരയിലെ ബ്രദറിൻ്റെ പ്രോഗ്രാം ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ 8 അവിടെ വെച്ചങ്ങ് പോയി. 8 പോയപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ബ്രദറിൻ്റെ അടുക്കൽ ഒന്ന് പോകണമെന്ന്. അങ്ങനെ ഞായറാഴ്ച ഞാൻ അവിടെ ചെന്നപ്പോൾ ബാക്കി 8 പോയി. ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു. എന്നെ ആരും മിണ്ടാത്തേ. ഇൻസ്റ്റാൾമെന്റ് പരിപാടി കർത്താവ് തൽക്കാലം തുടങ്ങിയിട്ടില്ല. ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയാൽ സാക്ഷാൽ സൗഖ്യമാണ്. ഇനി കർത്താവ് ഒരിക്കൽ സൗഖ്യം തന്നു എന്ന് കരുതി പിന്നെ അവൻ മരിക്കത്തില്ലെന്നോ രോഗം വരത്തില്ലെന്നോ പുസ്തകത്തിലില്ല. ആ സൗഖ്യം സത്യദൈവത്തെ അറിയാൻ ഒരു മുഖാന്തരമായിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ലോട്ടറി എന്ന് മനസ്സിലാക്കുന്നവനാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. സ്തോത്രം. അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അടുത്ത രംഗം കാതലായ വിഷയത്തിലോട്ട് കയറാൻ പോവാ. വായിച്ചോ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ഈ അത്ഭുത പ്രവൃത്തി ആ നാട്ടിലുള്ള നാട്ടുകാരെല്ലാം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലുക്കോവന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ആ നാട്ടുകാരെല്ലാം കൂടെ നിലവിളിച്ച ആളുടെ ഓടി വാടാ, ഗോപാല, ജോസഫ്, തോമസൂട്ടി, നാരായണ, ഓടി വാടാ, എല്ലാവരും വാടാന്ന്. എന്താടാ എടാ, ദേവന്മാരും മനുഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്ക വന്നിരിക്കുന്നടാ, ഓടി വാടാന്നും പറഞ്ഞ് ആളുകളെ ഒക്കെ വിളിച്ചു കൂട്ടി. എന്തിനാ? ഈ ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. ഇന്നും നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾക്കൊരു കുറവും. ഇപ്പൊ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല അല്ലേ? 3 മാസം മുമ്പ് പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണോ. ആൾ ദൈവങ്ങൾ ഇങ്ങനെ മുക്കിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരെണ്ണം വന്നെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ ആൾ ദൈവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട, നമ്മുടെ ഇടയിലും ഉണ്ട് ഈ പരിപാടി. ഇല്ലേ? ഉണ്ട്. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ഈ സംഘം, ഈ ദൈവദാസന്മാരെന്ന് പറയുന്ന ഈ സംഘം ദൈവസന്നിധിയിൽ ഒറ്റ വിലയുള്ളൂ.
അല്ലേ? ഇവിടെ ആരെങ്കിലും കൂടിയതുണ്ടോ? ഇച്ചിരി ഗ്രേഡ് കുറഞ്ഞുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ വേലക്കാർ എന്ന പദവി പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയുള്ള സുവിശേഷ ഘോഷണത്തിൽ ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് കർത്താവിൻ്റെ വേലക്കാർ. ഒറ്റ വിലയാ ദൈവസന്നിധി. ട്രാക്ട് കൊടുത്ത് തോളി സഞ്ചിയുമായി വഴിയെ നടക്കുന്ന അഭിഷിക്തനും സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ഷമീർ കൊല്ലത്തിനും ദൈവസന്നിധിയിൽ ഒറ്റ വിലയാണെന്ന് രക്ഷിക്കപ്പെട്ടവൻ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ ഇടയിൽ അങ്ങനാണോ? ഒരു സാധാരണ ഒരു ദൈവദാസൻ ഒരു വേദിയിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ആളുകൾ സ്വീകരിക്കുന്ന ATM കൗണ്ടറിൽ കാർഡ് ഉരയ്ക്കുന്ന പോലെ സ്വത്രം കൊടുക്കുന്നത്. കൈയൊന്നും ഇങ്ങനെ പിടിക്കുമെന്ന്. സാർ ലോണ്ടല്ല അവിടെ അങ്ങോട്ട് പോയി. അപ്പോഴാണ് സംഘടനയുടെ റവ കയറി വരുന്നത്. അപ്പോൾ റവ ഇങ്ങോട്ട് കയറി വരുമ്പോൾ യഹോവയായ ദൈവം വന്ന പോലെ എല്ലാം കൂടെ ചാടി എഴുന്നേറ്റ്, കണ്ടിട്ടില്ലേ? അപ്പം റവ വേറെ, അരിപ്പൊടി വേറെ. നമ്മുടെ ഇടയിലില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞ ഇല്ലാത്ത കാര്യമല്ലാണോ? കണ്ടിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്തോ സംഭവങ്ങളാണ്. ഇവരെങ്ങാണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ അങ്ങോട്ട് എല്ലാവരും വിറച്ചെഴുന്നേറ്റ് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിന് 10 മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുത്താലോ, ഈ റവയുടെ ചരിത്രം മൊത്തം പറഞ്ഞ് അവനെ സുഖിപ്പിക്കാതെ 10 മിനിറ്റ് വചനം പറയുകയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട റവ അച്ചായൻ്റെ മകള് അനുഗ്രഹിക്കപ്പെട്ട കൃപയുള്ള ഭാര്യ സഹോദരി, പിന്നെ പറയുകയും വേണ്ട. ഇവരെ അങ്ങ് സുഖിപ്പിച്ച് കൊല വിളിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി. ഇതൊക്കെ എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. മിണ്ടുന്നില്ലാരും. സ്വോത്രം. ആന്നേ, ചുമ്മാ റവ വേറെ അരിപ്പൊടി വേറെ മൈദ വേറെ എന്ന് പറയുന്ന പോലെ തരംതിരിപ്പൊന്നും വേണ്ട. റോഡിൽ ട്രാക്ട് കൊടുക്കുന്നവനും ഒരു പക്ഷേ നാളെ കർത്താവിൻ്റെ മടിയിലിരിക്കുന്നത് ഈ പാവപ്പെട്ട അഭിഷിക്തന്മാരായിരിക്കും. അറിയാമോ? അന്നാണ് ഇവിടെ സകല അണ്ണന്മാരും തല കുനിച്ചു നിൽക്കുന്നത്. കസേരയ്ക്ക് വേണ്ടി അടിച്ചടിച്ച് നടക്കുന്ന ഈ പിശാചിൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ കുമ്പനാട്ടും തിരുവല്ലായിലും ഈ അടൂരും പുനലൂരും ഒക്കെ പോയി നോക്കിയാൽ കസേരക്കടിക്കുന്ന വെള്ള ഉടുപ്പിട്ട വെള്ള തേച്ച ശവക്കല്ലറകളെ കാണാം. ഈ ശവങ്ങളൊക്കെ നരകത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ആമേൻ, ഈ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ തെരുവിൽ നടന്ന പാവപ്പെട്ട അഭിഷിക്തന്മാർ കിരീടങ്ങളെ പ്രാപിക്കുന്ന കണ്ട് യവനൊക്കെ തലയും കുമ്പിട്ട് നരകത്തിൽ കിടക്കുമെന്ന് ധൈര്യത്തോടെ ഇന്ന് രാത്രി പരസ്യമായി പറയുന്നതിൽ അഭിമാനിക്കുക. ആമേൻ. മനസ്സിലായോ? ഇവിടെ ഉള്ള ഈ കളിയൊക്കെ നടക്കുന്നു. ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല. 55 വർഷം ഒരു പ്രസ്ഥാനത്തിൽ കർത്താവിൻ്റെ വേല ചെയ്ത് പോകുന്നിടത്തെല്ലാം ചർച്ച് ഉണ്ടാക്കി, പാഷനേജ് ഉണ്ടാക്കി, സഭകളുണ്ടാക്കി, പോയിടത്തെല്ലാം ആത്മാക്കളെ നേടി. സ്വന്തമായിട്ടൊരു വീട് പണിയാൻ നടന്നില്ല. പോകുന്നിടത്തെല്ലാം കടം മേടിച്ചും കുട്ടിയും എല്ലാം വാങ്ങി 55 വർഷം ആരോഗ്യകാലം മുഴുവൻ കർത്താവിന് വേണ്ടി വേല ചെയ്ത ഒരു ദൈവദാസൻ, ആമേൻ, തൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി നിവർത്തിയില്ലാണ്ട് ഉൾപ്പെട്ടു നിന്ന സംഘടനയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഓഫീസിൽ നിന്ന് 5000 രൂപ മേടിച്ചോളാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തേ? ഈ റവയുടെ വീട്ടിലെ പട്ടിക്ക് ഇറച്ചി മേടിക്കാൻ വേണം 5000 രൂപ. നടക്കും ഒരു കുഞ്ഞിൻ്റെ കല്യാണം. അയനാ നിങ്ങളാരും മിണ്ടാത്തേ? 55 വർഷം വേല ചെയ്തവൻ അർഹനല്ലേ? കുമ്പനാട് ഗ്രൗണ്ട് AC ആക്കി ആമേ മക്കളെ കല്യാണം നടത്തിയ നേതാക്കന്മാരിരിപ്പുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള വയ്യാവേലികളൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം. ഞാനിതൊക്കെ പറയുന്നതുകൊണ്ടാണ് കമ്മിറ്റിക്കാർ പറയും, അന്നേ ഞങ്ങൾ കമ്മിറ്റി പറഞ്ഞല്ലേ ഈ പുള്ളിയെ, നിങ്ങളെന്തോ വിചാരിച്ച സ്നേഹം കൊണ്ട് എന്നെ വിളിച്ചെന്നാ? ചുമ്മാതാന്ന്. കമ്മിറ്റിക്കാർ 10 പേര് 2 പേര് പറയും നമുക്ക് ഷമീർ കൊല്ലത്തെ വിളിക്കാം. പക്ഷേ മറ്റേ 4 പറയും പുള്ളി വിളിക്കരുത്, പുള്ളി കുറ്റം പറയും, അത് പ്രശ്നമാണെന്നൊക്കെ പറയും. പിന്നെ ഈ 2 പേര് മല്ല് പിടിച്ച് നിന്ന് വിളിക്കും. എന്നിട്ട് നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ എതിർത്തവനാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയും, പക്ഷേ ഞാനാ ഇതിനു വേണ്ടി ശക്തമായി നിന്ന്. പിന്നെ നിന്നെ എനിക്കറിയാമല്ലോ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ വന്ന് ചിലപ്പോൾ ഒരു ഉമ്മയും കൂടെ ഒക്കെ തന്നു കളയും. യൂദായേക്കാളും വലിയ ചുംബനമാണ് ഈ കള്ളൻ. അതുകൊണ്ട് എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നവരൊക്കെ സ്നേഹമൂത്ത് വിളിക്കുന്നതാണെന്നും കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ ഞാൻ അങ്ങ് രോമ അങ്ങനൊന്നും ആരും ചിന്തിക്കേണ്ട. 22 വർഷമായി ഇതിൻ്റെ അകത്ത് കാണാൻ തുടങ്ങിയിട്ട് എല്ലാ വെള്ളച്ചിലും എനിക്കറിയാം. സ്തോത്രം. പറഞ്ഞത് സത്യമാണോ സ്വീകരിക്കുക, അത്രമാത്രം മതി. പറഞ്ഞത് 100% സത്യമാണ്. കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം ദൈവദാസന്മാരോട് താഴ്മയായി പറയുക, കൂട്ടുവേലക്കാരെയെല്ലാം ഒരേ നിലയിൽ കാണാൻ, തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ കഴിയുന്ന
മനസ്സിൻ്റെ ഉടമയായിരിക്കണം കർത്താവിൻ്റെ ആത്മാവുള്ളവൻ. സ്തോത്രം. അത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. നാട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടി ഈ ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. എങ്ങനെ? അടുത്ത വാക്യം വായിക്കാം. ബർന്നബാസിന് ഇന്ദ്രനെന്നും ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തെങ്കിൽ കൊണ്ടുവന്ന് കാളകളെയും പൂമാലകളെയും എല്ലാം കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ദൈവദാസന്മാരെ എല്ലാം പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി. അവിടുത്തെ ഒരു പുരോഹിതൻ വലിയൊരു പൂമാല കൊണ്ടുവന്നു പൗലോസിന്റെ കഴുത്തിലോട്ട് ഇടാൻ പൂമാലയൊക്കെ ആയിട്ട് ഓടി വന്നു. ഈ ആമേൻ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ എതിർത്തു. വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, എന്താ ഈ ചെയ്യുന്നത്, നിർത്ത്. എതിർത്തു. കാരണം അവരുടെ അകത്ത് എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവരെതിർത്തു. ഇന്നത്തെ ദൈവാസന്മാരായിരുന്നെങ്കിലും പൂമാലയും കൊണ്ട് ഓടി വരുമ്പോൾ നിൽക്ക് ഇടല്ലേ ഇടല്ലേ, എന്താണ് സെൽഫി. സ്തോത്രം. അതാ വ്യത്യാസം. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ ലോകത്തിന്റെ മാനത്തിന് വേണ്ടി നിന്നുകൊടുത്തില്ല. ആമേൻ. അതുകൊണ്ട് അന്ന് അവരെഴുതിയും പാടി ലോകമേതും യോഗ്യം. അവര് പാടി. നമ്മളൊന്നും ഇന്ന് പാടാൻ ശ്രമിച്ചാൽ നടക്കുകയല്ല. അവര് പാടി. കാരണം അവർക്ക് ലോകത്തിന്റെ നാഥന് മുൾമുടി ചൂടിയ ലോകമേ നീതരും പേരെനിക്ക് എന്തിനാന്ന് ചോദിച്ചു. അവര് പരിശുദ്ധാത്മാവ് അകത്തുള്ളവര്. അവർക്ക് ലോകത്തിലെ മാന്യതൊന്നും അവർ വിലയേറിയതായി കണ്ടില്ല. വസ്ത്രം കീറിക്കൊണ്ട് എതിർത്തു. എന്താ ഈ കാണിക്കുന്നത് മനുഷ്യന്മാരെ? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യന്മാരാണ്. ഞങ്ങളെ പിടിച്ച് നിങ്ങൾ ആൾ ദൈവങ്ങളാക്കരുത്. പിന്നെന്ത് വേണം? അവിടെയാണ് പൗലോസ് വിളിച്ചു പറഞ്ഞ ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്ര. അയ്യോ, ഞങ്ങൾ നിങ്ങളെ പോലുള്ള വെറും മനുഷ്യന്മാരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട്, നിങ്ങൾ ഈ മണ്ടത്തരങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളും കണമല ദേശത്തോട് വിളംബരം ചെയ്യുന്നു. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ മണ്ടത്തരങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുവീൻ. അതാണ് സുവിശേഷം. ജീവനുള്ള ദൈവമോ? അയനാടോ ഉപദേശി, നിങ്ങൾ ഈ ജീവനുള്ള ദൈവം എന്ന് കടുപ്പിച്ചു പറയുന്നത്? ജീവനില്ലാത്ത ദൈവം ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ വരും. അതിൻ്റെ ഉത്തരവൊന്നും ഞാൻ പറയൂല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗാനഗന്ധർവൻ പാടിയിട്ടേച്ച് പോയതാണ് അതിൻ്റെ ഉത്തരം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. പുതിയ പിള്ളേർക്ക് അറിയത്തില്ല. അവർക്കറിയാവുന്ന പാട്ടൊക്കെ ഇപ്പം തീ 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 അതാ. കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ എന്ന് യേശുദാസ് പാടിയപ്പോൾ ആരെങ്കിലും അങ്ങേരെ ഇരുട്ടടി അടിച്ചോ? പറ. പ്രായമുള്ള ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അടിച്ചോ? ഇല്ല, ആരും അങ്ങേരെ ഇരുട്ടടി അടിച്ചില്ല. കാര്യം അങ്ങേര് പാടിയത് സത്യമാണെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇനി നമ്മളത് പറഞ്ഞ സമയം കളയണ്ട. നമുക്ക് മറ്റേ വിഷയം പറയാം. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാം. ആമേൻ. അപ്പൊ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നാ പറഞ്ഞത്. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ചിന്തയാണ് കൈമാറുന്നത്. ഒന്ന്, മനുഷ്യൻ വ്യർത്ഥമായത് വിട്ടുകളയണം. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. രണ്ട് ചിന്ത വേഗത്തിൽ അങ്ങ് ഓടിപ്പോവുക. ശ്രദ്ധിച്ചോ. അപ്പൊ ഉപദേശി വ്യർത്ഥമായത് വിട്ടുകളയണമെന്ന് പറഞ്ഞു. അല്ല, എന്താണ് മനുഷ്യൻ വിട്ടുകളയേണ്ടെന്ന ഈ വ്യർത്ഥമായ കാര്യം എന്താ? അത് പറഞ്ഞതാ. അത് പറയാം. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യൻ വ്യർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കി. വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. കേട്ടോ കണമല ദേശമേ, മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ. നിൽക്കട്ടെ. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, സകലത്തെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്, ഈശ്വരനുണ്ട്, സർവത്തെയും ചമച്ചുണ്ടാക്കിയ ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടും മനുഷ്യൻ ആ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, നന്ദി കാണിച്ചില്ലെന്ന്. മനസ്സിലായോ?
ഇന്ന് ദൈവമില്ല എന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. രവിചന്ദ്രനെ പോലുള്ള നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഉപദേശിമാരുടെ മക്കൾ കൊണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തിനാ? ദൈവം ഇല്ല എന്ന് പറയുന്നു. ചില പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവം എന്ന്. ഡിങ്കൻ. പുതിയ ആളുകൾക്ക് അറിയത്തില്ല ഡിങ്കൻ എന്ന് പറഞ്ഞാൽ. പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഡിങ്കൻ. അറിയത്തില്ലേ? നിക്കർ പുറത്തിട്ടൊരു എലി, അതാണ് ഡിങ്കൻ. അപ്പൊ ഈ ഡിങ്കനാണ് ദൈവം എന്ന് പറയുന്ന പുതിയ തലമുറയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് വചനം. അപ്പൊ ദൈവമില്ലെന്ന് പറയുന്നവനെ ബൈബിൾ വിളിക്കുന്ന പേരെന്താ? മൂഢൻ. ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും കണമലയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, കൂട്ടുകാരാ, ഒരു 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ നീ സമ്മതിക്കും ദൈവമുണ്ടെന്ന്. അതെന്നാ കണ്ണാടിയിൽ? ഭക്തൻ വിളിച്ചു പറഞ്ഞു, ദൈവമേ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിന്റെ അകത്തുണ്ട് ദൈവത്തിന്റെ കരവിരുത്. അല്ലേ? കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയേ, തലയിലിരിക്കുന്ന കറുത്ത സാധനം പേര് മുടി. താടിയായി വളർന്നിറങ്ങുന്നത് മുടി, മീശയായി വളർന്നിറങ്ങുന്നത് മുടി, കണ്ണിന്റെ പുരികമായി വരുന്നത് മുടി, കണ്ണിന്റെ പീലിയായി വരുന്നത് പ്ലാസ്റ്റിക്കോ മുടി. ഇതിലെല്ലാം പേര് മുടിയെന്നാണ്. പക്ഷേ സൃഷ്ടിച്ചവൻ വെച്ച വ്യവസ്ഥ നോക്കേ, തലമുടിയോടും താടിയോടും മീശയോടും വളർന്നിറങ്ങിക്കോ, അവർ വെട്ടി വിട്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷേ കൺപീലിയോട് പറഞ്ഞു പരിധി വിട്ട് വളരരുത്. ഓർമ്മ വെച്ച് വളർന്നു വരുന്ന കാലം തുടങ്ങി ഇന്നയോളം തലമുടിയും താടിയും മീശയും വളരുന്ന പോലെ കൺപീലിയും കൂടെ വളർന്നെങ്കിലോ കൊച്ചമ്മേ? ഇന്ന് യോഗത്തിന് വരുന്ന രംഗം, ഒരു കൈ വേണം പീലി ചുരുട്ടി പിടിക്കാൻ, മേലോട്ട് പൊക്കി വെച്ച് ഷട്ടർ പൊക്കി വെച്ചിട്ട് ആരാടി അവിടെ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഗതികേടൊന്നും നമുക്കുണ്ടായില്ല. അല്ലേ? ആര് വെച്ച നിയമം? പ്രസവം എടുത്ത ഡോക്ടർ വെച്ച നിയമമാണോ? സൃഷ്ടിച്ച തമ്പുരാൻ വെച്ച നിയമം അല്ലേ? വേണ്ട. ലോകത്തിന്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഈ മനുഷ്യന്റെ എല്ലാം കൈവിരൽ കണ്ട എല്ലാം ഒരുപോലെ ഇരിക്കുക. പക്ഷെ ഒരുത്തന്റെ വിരലടയാളം പോലെ മറ്റൊന്ന് ഉലകത്തിൽ ഒരുത്തനില്ല. എങ്ങനെ കുത്തിയിരുന്ന് ഡിസൈൻ ചെയ്താൽ ഒക്കും. അല്ലേ? ദൈവത്തിന്റെ കരവിരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോയപ്പോൾ കരമന തുടങ്ങി ബാലരാമപുരം വരെയുള്ള നെയ്യാറ്റിൻകര റോഡ് 6 വരിപ്പാത ഹൈവേ വികസിപ്പിച്ച് നല്ല ക്ലീനാക്കി, നല്ല ആ കണ്ണടച്ച് ഓടിക്കാവുന്ന നിലവാരത്തിൽ അങ്ങോട്ട് ചെയ്തിട്ടിരിക്കുക. നല്ല മികച്ച റോഡാക്കിയിട്ടിരിക്കുക. എന്നിട്ടും 2 വണ്ടി അവിടെ ഇടിച്ച് സൈഡിൽ കിടക്കുന്ന കണ്ടു. ഇത്രയും സിഗ്നൽ ഉണ്ടായിട്ട്, ഇത്രയും സംവിധാനം ഉണ്ടായിട്ടും, ഈ 6 വരിപ്പാത ഹൈവേ ഉണ്ടായിട്ടും 2 എണ്ണം ഇടിച്ചെങ്കിൽ കണ്ണുകൾ ഉയർത്തി ആകാശത്തേക്കൊന്ന് നോക്ക. സൗരയൂഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ? ഡ്രൈവർ ഉണ്ടോ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ അവിടെ? അല്ല. ഇതിനെയെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനുണ്ട്. അവനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്, പടച്ചവൻ, ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇല്ല എന്നൊന്നും പറഞ്ഞ് അധികം ഞെളിയല്ലേ. ദൈവത്തെ ഭയപ്പെടുക. ആമേൻ. അപ്പൊ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, നന്ദി കാണിച്ചില്ല. പിന്നെന്ത് ചെയ്തു? അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. വ്യർത്ഥമായത് ചെയ്യുന്നവരായി മാറി. എന്താ വ്യർത്ഥമായി ചെയ്യാൻ കാരണം? അടുത്തത്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചെന്ന്. ഈ ഇരുട്ട് മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. മനുഷ്യന്റെ അകത്തൊരു ഇരുട്ടുണ്ട്. കാതലായ ചിന്ത, അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യന്റെയും അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചിട്ടുണ്ട്. എന്താണ് ആ ഇരുട്ടെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി കൊരിന്തി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. 2 കൊരിന്തി 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ തിരിച്ച് നമുക്ക് വരാം. റോമറിലേക്ക് ഒന്ന് വായിച്ചേ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് മറഞ്ഞിരിക്കുന്നു. അടുത്തത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കണ്ടോ? മനുഷ്യൻ സർവശക്തനായ സൃഷ്ടാവിനെ തിരിച്ചറിയാതിരിക്കാൻ, തേജസ്സുള്ള പ്രകാശം മനുഷ്യന്റെ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന
മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ച ആ ഇരുട്ടിനെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ്, കണമല ദേശവാസിയായ സ്നേഹിത, ആ ഇരുട്ടിനെ ബൈബിൾ പറയുന്ന പേരാണ് പാപം. സർവ മനുഷ്യന്റെയും അകത്ത് പാപം എന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചു. ശ്രദ്ധിച്ചോണം. എന്തിന് യേശുവിന്റെ പിന്നാലെ വരണമെന്നുള്ളതിന്റെ കാതലായ വിഷയത്തിലോട്ടാണ് ഞാൻ വരുന്നത്. മനുഷ്യന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു, പാപം. അതുകൊണ്ടാണ് കല്യാണമായാലും അടിയന്തരമായാലും നേർച്ചയായാലും ഏത് വിശേഷ ദിവസങ്ങളായാലും ഉപദേശിമാരുടെ കയ്യിൽ മൈക്ക് കൊടുത്താൽ ഉപദേശിമാര് തൊണ്ട കീറുന്ന ഒറ്റ പ്രയോഗം, മനുഷ്യ നീ പാപിയാണ്. ഇപ്പൊ ആളുകൾ ചോദിക്കും, യവന്മാരെ കൊണ്ട് തോറ്റൊരു ജോലിയില്ല, യവന്മാരിങ്ങനെ കിടന്ന് കൂവി വിളിക്കുക. അയ്യോ, ഒന്നാമത് നമ്മളെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന ഏറ്റവും വലിയ പരാതി എന്താണ്? ഇവന്മാർ ഭയങ്കര ശബ്ദമാണെന്നാണ്. വേറെ ഒരു പരാതി അവർക്ക് ഇല്ല, ഭയങ്കര ശബ്ദം. ഇവിടെ പറച്ചിൽ കേട്ടാൽ തോന്നും നമുക്ക് മാത്രമേ കേരളത്തിൽ ശബ്ദമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഊമകളാണെന്ന് തോന്നും. ശബ്ദം എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബോക്സ് എല്ലാം കൂടെ 10-20,000 വാട്ട്സ് വരുമെങ്കിൽ 50,000 വാട്ട്സ് കെട്ടിവെച്ച് ഈ രാവും പകലും കൂവുന്ന ശബ്ദം ഇവിടെ ഉണ്ട്. അവരൊന്നും ഊമകളൊന്നും അല്ലല്ലോ, ചുമ്മാ അങ്ങ് തെള്ളുക ശബ്ദം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഊമകൾ, നമ്മൾ മാത്രമേ ഉള്ളൂ ശബ്ദം. ചുമ്മാ പറയുന്നതാന്നേ. അതേസമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെയോ DYFIയുടെ ഒരു പ്രോഗ്രാമിൻ്റെ 4 പെട്ടി ഇവിടെയുള്ള കടക്കാരൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കട്ടെ, ഒരെണ്ണം മിണ്ടാതെ കടക്കകത്ത് കയറി തലയും കുമ്പിട്ടിരിക്കും. കാര്യം വല്ലതും മിണ്ടിപ്പോയാൽ പിള്ളേർ വാരി അലക്കും. അതേസമയം ഉപദേശിമാരൊരു 15 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഇല്ലാത്ത പിരിയം കുത്തങ്ങോട്ട് കയറുക. അങ്ങനെ വലിയ പരിപാടിയൊന്നും വേണ്ട. ഇത് ഗുജറാത്തല്ല, കേരളമാണ്. ഇവിടെ എല്ലാവർക്കും സംസാരിക്കാം. ആമേൻ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച്, മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു. മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, സർവ മനുഷ്യരും പാപത്തിലാണ്. മനുഷ്യൻ പാപിയാണ് എന്ന് ഞങ്ങൾ ഉപദേശിമാർ പറയുമ്പോൾ ചില ആളുകൾക്ക് അവർ ചിരി വരും. ചുമ്മാ ഇവന്മാർക്ക് വേറെ ജോലിയൊന്നുമില്ല, മനുഷ്യൻ പാപി ചുമ്മാ ചുമ്മാ പറയുന്ന മനുഷ്യൻ പാപിയൊന്നുമല്ലെന്ന്. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും കണമലയിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാം കണമലയിൽ പാപി ഉണ്ടോ ഇല്ലയോ. ദൂരെ എങ്ങും പോണ്ട. കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാൽ ചേട്ടൻ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ ഒരു CCTV കൊണ്ടങ്ങ് വെച്ചു, സമാധാനത്തോടെ ഉറങ്ങി. മനുഷ്യൻ പാപിയായതുകൊണ്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ പോലീസുകാരുടെ ആവശ്യമില്ല. തിന്മകളുള്ളിടത്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പം ചില ആളുകൾ പറയും, അത് ശരിയാ മനുഷ്യൻ പാവി. പക്ഷെ മനുഷ്യൻ പാവി ആയിരിക്കും, പക്ഷെ ഞാൻ അങ്ങനല്ല. അല്ല, ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാവിയല്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ അടുത്തൊരു ചേട്ടൻ ഒരു 10 മൂർഖൻ പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഇത് 9 പാമ്പ് സകലരെയും കടിച്ചിട്ടുണ്ട്, ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈ കൊണ്ട് വെക്കുവോ? പറ. ഇല്ല, ഇന്ന് വരെ കടിച്ചിട്ടില്ല. അത് സത്യമാണ്, അത് സത്യം. ഇന്ന് വരെ കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്നാണോ? കടിച്ചാൽ വിവരം അറിയും. ഇതുപോലെയാണ് മനുഷ്യൻ. ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, പക്ഷേ നിന്റെ അകത്തിരിക്കുന്ന വിഷം ഒരു ദിവസം പുറത്തു വരും. അതിൻ്റെ തെളിവാ ഇന്നലെ വരെ നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി ജീവിച്ചു നടന്ന പല ആളുകളും ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ പത്രത്താളുകളിലെ വാർത്തകൾ നിൽക്കുന്ന കാണുമ്പോൾ ഞെട്ടിത്തെറിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കും, അയ്യോ ഇവനോ, അയ്യോ ഇവളോ, അയ്യോ എന്തു നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ പിന്നെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ, കൊല്ലത്ത് വിവാദമായ കേസല്ലേ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്, ആ കേസിലെ പ്രതിയായിരിക്കുന്ന അനുപമയെക്കുറിച്ച് നാട്ടുകാരൻ, അയ്യോ ഇവളോ എന്തോരം നല്ല കൊച്ചായിരുന്നെന്ന്. കഷായത്തിനകത്തും ജ്യൂസിനകത്തും വിഷം കൊടുത്ത് ഷാരോണിനെ കൊന്ന ഗ്രീഷ്മയെ കുറിച്ച് പോലീസുകാരെന്താ പറഞ്ഞ്, മിടുക്കി അല്ലേ, എന്തും മിടുക്കി അവള്. ഇംഗ്ലീഷ് പറയുന്നു കേട്ടോ, മിടുക്കി. ഇംഗ്ലീഷ് പറയുന്ന പാപി. മനസ്സിലാക്കുന്നുണ്ടോ? മനുഷ്യൻ പാപിയാണ് എന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ മുറ്റത്ത് പറന്നു വീഴുന്ന, സിറ്റൗട്ടിൽ വീഴുന്ന പത്രത്താളുകളെ വാർത്തകൾ തുറന്നു വെച്ചാൽ കണമലയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ, 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തറുത്ത മകനെ ഇത് ചെയ്യിച്ചത് ഈശ്വരന്റെ ആത്മാവാണെന്ന് നാട്ടിൽ ബോധമുള്ള ഒരുത്തരെങ്കിലും
പണ്ട് കാലത്ത് വീട്ടിലൊരു അതിഥി വന്നാൽ കെട്ടിയവൻ പറയുക കോഴിക്കൂട്ടിന്ന് ആ കോഴി എടുത്ത് നമുക്ക് കറി വെക്കാടി എന്ന് പറഞ്ഞ് കോഴിക്കൂട്ടിന്നൊരു കോഴി എടുത്ത് ഇറക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യ കണ്ണും പൊത്തിക്കൊണ്ട് അടുക്കളയിലോട്ട് ഓടി വെച്ച് പറഞ്ഞു, അയ്യോ എനിക്കിത് കാണാൻ മേലാന്ന് പറഞ്ഞ് ഒരു കോഴിയെ ഇറക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ കണ്ണും പൊത്തി ഓടിയ സഹോദരിമാരുടെ കാലഘട്ടമാണോ ഇന്ന്? കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം ഭർത്താവിനെ 55 വെട്ടുവെട്ടി നുറുക്കി പീസാക്കി ബാഗിലാക്കി തോളിലിട്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയ സഹോദരിമാരുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ പറ, മനുഷ്യൻ പാപിയല്ലേ? ബോധമുള്ള ആരെങ്കിലും പറയുമോ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണെന്ന്? മനുഷ്യൻ ഭാവിയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കണമലയിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ അപ്പുറത്ത് പമ്പ. നൂറുകണക്കിന് ആളുകൾ വിശ്വാസത്തോടെ വന്ന് പമ്പയിൽ മുങ്ങിക്കുളിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവർ പറയും പാപം മറിച്ചിട്ടാൽ പമ്പ അല്ലേ എന്ന് പറഞ്ഞാൽ പമ്പയിൽ മുങ്ങി പാപമോക്ഷം ലഭിക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അവരത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ശരിയും തെറ്റും അവിടെ നിൽക്കട്ടെ, പക്ഷേ അവരുടെ ഉള്ളിലുള്ളൊരു ചിന്ത എന്താ? മോക്ഷം വേണം. സർവ്വ മനുഷ്യന്റെയും അകത്ത് മോക്ഷം കുതിക്കുന്ന ഒരാത്മാവുണ്ട്. പാപത്തിന്റെ അടിമപ്പെട്ടു പോയ മനുഷ്യൻ. അപ്പോഴൊരു ചോദ്യം പ്രസക്തമായി വരും, അല്ലടോ ഉപദേശി, നിങ്ങൾ പറയുന്ന എന്താ ഈ പാപം? നിങ്ങൾ എന്താ ഈ പറയുന്ന പാപം? ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഞാൻ പ്രസംഗിക്കുക. മലപ്പുറം നിങ്ങൾക്കറിയാലോ, ഞമ്മൻ്റെ സ്വന്തം ആളുകളുള്ള സ്ഥല. മലപ്പുറം ജില്ലയിൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ അടുക്ക വന്നു, പരിചയപ്പെടാൻ വന്നേന്ന് പറഞ്ഞു. സന്തോഷം, ഞാൻ പ്രസംഗം കേട്ടോ. സന്തോഷം, കൊള്ളാം, കാലക്കം പ്രസംഗമായിരുന്നു. ശരി. പിന്നെ ഒരു കാര്യം പറയട്ടെ. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഡോസും കൊണ്ടാ വരവ്. ഞാൻ പറഞ്ഞോ, ജനാധിപത്യം അല്ലയോ, ആർക്കും പറയാലോ, പറഞ്ഞോ. അല്ല, ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതെ, അല്ല, പണ്ടെങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്? പണ്ടെങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. ഇന്നത്തെ പെണ്ണുങ്ങളെങ്ങാണുവാണെങ്കിൽ കുരുപോലും തരത്തില്ലായിരുന്നല്ലോ. അപ്പൊ പുള്ളി പറയുക കെട്ടിയവനും കൊടുത്തു, അതിന്റെ പേരിൽ ഇപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അപ്പൊ നല്ലൊരു ചോദ്യ. ഒരു ആപ്പിൾ തിന്നാണോ പാപം? ശരിയാ, നല്ലൊരു ചോദ്യ. ഇനി വേറൊരു കൂട്ടർ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ഉണ്ട്. ശരി, ഇനിയിപ്പം പഴം തിന്ന് പാപികളായ നങ്ങ് ഇരുന്നോട്ടം, നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ? അതുപോരെ? നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാപി ആയിക്കോ, നിങ്ങൾ മോക്ഷം നേടിക്കോ. ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് എല്ലാവരും പാപിയാന്ന് പറയുന്നത് എന്തിനാ? ഇതൊക്കെ നല്ല ചോദ്യങ്ങളാ. അപ്പം നമുക്കിതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണ്ടേ? കൊടുക്കാം. 1, 2 എന്ന് കൊടുക്കാം. 1, ഒരു ആപ്പിൾ തിന്നതാണോ പാപം? ഒരു കഥ പറയാം. 2 കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കമുണ്ടായി കേട്ടോ. അതിരുതർക്കം എന്ന് പറഞ്ഞാൽ അറിയോ? ഇവിടെ വസ്തു തർക്കം അറിയോ? അറിയത്തില്ലേ? പിന്നെ പെന്തക്കോസുകാർക്ക് വസ്തുതർക്കമുണ്ടായി. 2 വീട്ടുകാരും തമ്മിൽ അടിയായി. നാട്ടുകാർ അടി മൂത്തപ്പോൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവരെ സമാധാനിപ്പിക്കാൻ നോക്കി. ഒരച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, എന്തിനാ ഈ ഒരു തരി മണ്ണിന് വേണ്ടി കിടന്ന് അടിക്കുന്നത്? ഒരു മൊട്ടുസൂചി പോലും മേപ്പോട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, എൻ്റെ സ്വത്ത് എൻ്റെ മണ്ണ് ഒരുത്തരും ഞാൻ വിട്ടു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഇപ്പുറത്തെ വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അമ്മാമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മാമ്മേ, നിങ്ങളങ്ങ് ക്ഷമിക്കും, ഒന്നുമില്ലേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾ പാടുന്നതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, മണ്ണെ പ്രതി മാണിക്യം. ഉടനെ അമ്മച്ചി പറഞ്ഞു, അത് വേറെ മാണിക്യം, ഇത് വേറെ മാണിക്യം, ഇങ്ങോട്ട് പോയേ സാറ്. അപ്പോൾ സമ്മതിക്കുകയില്ല, 2 വീട്ടുകാർ സമ്മതിക്കുകയില്ല. അന്നേരം പോലീസ് പറഞ്ഞു, എന്നാൽ കോടതി കേസെടുക്കാം. കേസെടുക്കാം. കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുത്. ഓക്കെ ആണോ? ഓക്കെ. സർവേറെ വിളിക്കുക, അളക്കാൻ പറഞ്ഞു. അളന്നു. മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയറിഞ്ഞ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മൾ കൊല്ലത്തുകാർ ഇടക്കയറെന്ന് പറയും. 2 രൂപയുടെ കയർ മേടിച്ചുകൊണ്ട് വരാം. ഇടക്കയർ കൊണ്ട് മേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തിരിച്ച് കെട്ടി എല്ലാം വെച്ചിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിച്ച കേട്ടോ. കേട്ടു കേട്ടോ കേട്ടു. 2 പേരും കേട്ടു. പോയി. പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിലെ ചെറുക്കൻ, തലതെറിച്ച ചെറുക്കനാ, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവനൊരു പിച്ചാത്തി എടുത്തോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറും കെട്ടിവെച്ചിട്ട് പോയേക്കുന്ന കയറെല്ലാം മുറിച്ചെങ്കാണ്. കയറ് മുറിച്ചു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വന്നു. ആരാ കയറ് മുറിച്ചത്? ഉണ്ടല്ലോ, അവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. പിടിച്ചു. ചെവിക്കല്ലിനോട്ട് ഒറ്റയടി. കാരണം ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് പൂക്കി ജീപ്പിലോട്ട് ഇട്ടു. ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ട് ഒരു അമ്മച്ചി വരാന്തയിൽ ഇരിപ്പുണ്ട്. അമ്മച്ചി ഒരു ഡയലോഗ്,
അയ്യോ എന്തരടിയാ കൊച്ചിനെ ഇട്ട് അടിക്കുന്നത്? 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ടടിക്കണോ? മനസ്സിലായോ? അപ്പൊ അമ്മച്ചിയുടെ ചിന്ത 2 രൂപയുടെ കയറ് മുറിച്ചതിന് തല്ലുന്ന എന്തിന്? അതുകൊണ്ട് മത്തായുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. എന്നാ ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചോ, ആ കൊച്ചിനെ അങ്ങ് വിട്. ചോദിക്കട്ടെ പാസ്റ്ററെ, ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? ഇല്ല. എന്തുകൊണ്ടാ? 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേരുടെ തലേ കയറി? കേവലം ഒരു പഴം തിന്നതല്ല പാപം, മറിച്ച് സ്വർഗത്തിലെ സൃഷ്ടാവ് മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമത്തെ മനുഷ്യൻ ലംഘിച്ചു. നിയമലംഘനം നടന്നു. കയറ് മുറിച്ചവൻ നിയമ നടപടിയിലൂടെ ജാമ്യമെടുത്ത് പുറത്തു വരണമെന്നാണ് ലോകത്തിന്റെ നിയമമെങ്കിൽ, പാപത്തിന്റെ ശമ്പളം മരണമെന്ന ദൈവത്തിന്റെ നിയമത്തിൽ കൂടി അല്ലാതെ മനുഷ്യൻ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിപത്തിലേക്ക് മനുഷ്യൻ വീണു. അതുകൊണ്ട് വേദപുസ്തകം വിളംബരം ചെയ്തു, ഒരു വ്യത്യാസവുമില്ല, സർവ്വ മനുഷ്യരും പാപികളാണ്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സർവ്വ മനുഷ്യരും പാപിയായി. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി, ഒരു പഴം തിന്നതല്ല പാപം. അപ്പൊ ചോദിക്കാം, എന്നാ പിന്നെ നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങ് പാപിയായ പോരെ? ആദമും ഹവ്വായും പഴം തിന്നതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകും? നല്ല ചോദ്യ. അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുമ്പൊരു ചോദ്യം, എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗിയാ. ഈ ചോരക്കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ആണോ? അല്ല. പിന്നെ എങ്ങനെ കുഞ്ഞു രോഗിയായി? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചു, അബദ്ധത്തിൽ ജീവിച്ചല്ലേ, അബദ്ധം പറ്റി. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ജനറേഷൻ ഇനി അങ്ങോട്ട് രോഗിയായി മാറുന്നത് സകല ഡിഗ്രിയും സമ്മതിക്കുന്നു, മെഡിക്കൽ സയൻസ് സമ്മതിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ സമ്മതിക്കുന്നു. എന്തുകൊണ്ട്? അവർക്കൊരു ഉത്തരം പറയാനുണ്ട്, അത് രക്തത്തിലൂടെ വന്നതാണെന്ന്. ശരിയല്ലേ? അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് വായിച്ചു കൊടുത്തേ. 17:26 ഉറക്കെ വായിച്ചേ മൈക്കിൽ കൂടെ. അപ്പോസ്തലപ്രവൃത്തി 17:26. എന്നിട്ട് നമുക്ക് റോമറിലോട്ട് വരണം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ശ്രദ്ധിച്ചേ, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങാൻ പറ്റുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് ഒതുക്കിയിടാൻ പറ്റുന്ന പുള്ളി അല്ല. ദൈവമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അതിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ് പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല ദൈവം. മനസ്സിലായോ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് കയ്യും കെട്ടി പറയൂ യജമാനനെന്നും പറഞ്ഞ് കുമ്പിട്ട് നീ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും, നീ പറയുന്നത് അനുസരിച്ച് നടക്കാനും കിടക്കാനും, നീ പറയുന്നത് അനുസരിച്ച് അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. ആമേൻ. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും. അങ്ങനെ മനുഷ്യന്റെ വാക്കിൻ തുമ്പത്ത് ഊഞ്ഞാലാടുന്ന ഒരുത്തനല്ല സൃഷ്ടാവ്. ഇവിടുത്തെ ഡിഗ്രി പഠിച്ച MBBS പഠിച്ച ഡോക്ടർമാരെ അവരെ കൊണ്ടാവുന്ന പണി 58 നടത്തിയിട്ട് ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. MBBSനും MDക്കും LLBക്കും ഡിഗ്രിക്കും ഒക്കെ മേലെ 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 എല്ലാത്തിനും മേലെയാണ് ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യ, നീയാണോ ദൈവത്തെ അനുസരിപ്പിക്കാൻ നടക്കുന്നത്? പെന്തിക്കോസുകാരും മനസ്സിലാക്കിക്കോണം കേട്ടോ. ചില ന്യൂ ജനറേഷൻ പേട്ട് പിള്ളേർ സ്റ്റേജിൽ കയറും, ആത്മാവ് ഇപ്പോൾ തന്നെ ആത്മാവ് ഇറങ്ങുന്നു, ശക്തമായി ആത്മാവ് ഇറങ്ങട്ടെ, കയറട്ടെ. ഇവൻ പറയുമ്പോൾ കയറാൻ ഇറങ്ങാനും ഇവന്റെ വേലക്കാരനാണോ പരിശുദ്ധാത്മാവ്?
അല്ല, എന്നാ ഇത് കുഞ്ഞുകളിയോ? യഹോവയായ ദൈവം, പിതാവായ ദൈവമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് എത്ര ഭയവും ബഹുമാനവും ഉണ്ടോ അതിലൊരു തരി പോലും കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോഴുണ്ടാകണം, പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴുണ്ടാകണം. കാരണം തൃത്വത്തിൽ മൂന്നാളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവം അല്ലേ? പക്ഷേ യഹോവ എന്ന് പറയുമ്പോഴൊക്കെ ഇച്ചിരി ഭയം. യേശു എന്ന് പറയുമ്പോൾ അതിനെ കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം കർത്താവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ വേലക്കാരൻ. ഈ ചിന്താഗതിയൊക്കെ മാറണം. മനസ്സിലായോ? നീ ആജ്ഞാപിക്കുന്ന അനുസരിച്ച് ചെയ്യാൻ നിന്റെ വേലക്കാരനല്ല, ദൈവത്തിൻ്റെ കാര്യസ്ഥനെന്ന് എഴുതിയേക്കുന്നത്. പല ഉപദേശിമാരും വിചാരിച്ചിരിക്കുന്ന അവരുടെ കാര്യസ്ഥനാന്നാ. ഓ ആത്മാവ് ഇപ്പോൾ ശക്തി. ആമേൻ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ദൈവം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എഴുതിയിരിക്കുക, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് കണമലക്കാർ കാതു തുറന്ന് കേട്ടോ, ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അങ്ങനല്ലേ വായിച്ചത്? ഒരുത്തനിൽ നിന്ന്. ആരാ ഒരുത്തൻ? പറ. ആദാമെന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. അതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. ഷമീറെ, എന്തുകൊണ്ട് നീ ക്രിസ്ത്യാനിയായി? ഷമീറെ, നീ എന്തുകൊണ്ട് ബൈബിൾ എടുത്തു? ഉത്തരം, ഈ പുസ്തകം മതം പഠിപ്പിക്കാത്തത് കൊണ്ട്. കണമലക്കാരോട് പബ്ലിക്കായി ചാലഞ്ച് ചെയ്ത് പറയുന്നു, ഈ ബൈബിൾ നിങ്ങൾ മേടിച്ചു വായിച്ചിട്ട് ഇതിന്റെ അകത്ത് എവിടെങ്കിലും ഒരു അരമുറി കഷണം വചനമെങ്കിലും മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഈ പുസ്തകം വിടാൻ തയ്യാറാണ്. മതത്തിൽ വിശ്വസിക്കാനാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു മതത്തിലാണ് ഷമീർ അബ്ദുൽ സലാം ജനിച്ചു വളർന്നത്. ഇന്നും മതങ്ങളുടെ കൂട്ടത്തിൽ നമ്പർ 1 ആയി നിൽക്കുന്ന മതം. അത് വിട്ടിട്ട് ക്രിസ്ത്യാനിയാകാൻ വന്നത് മതത്തിൽ നിന്ന് മതത്തിലോട്ട് വരാനല്ല, മതത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവാനാണ്. അതുകൊണ്ട് ഇത് മതം പഠിപ്പിക്കുന്ന പുസ്തകമല്ല. ഒറ്റ രക്തത്തിൽ നിന്ന് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ചു എന്ന മഹത്വത്തിന്റെ സന്ദേശം പറയുന്നു. അയ്യോ, ഉപദേശം എന്താ ഈ പറയുന്നത്? കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒറ്റ രക്തമെന്നോ? ആന്നേ, അതെങ്ങനെ ശരിയാവും? ശരിയാക്കാം. നാളെ രാവിലെ 4 ബോട്ടിലെടുക്കുക, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു എടുത്ത് മെഡിക്കൽ ലാബിലോട്ട് കൊടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ മിടുക്കി പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. ശരിയല്ലേ? കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ലാബിൽ ഉണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കുക. കണമലക്കാരെ, വീണ്ടും 4 ബോട്ടിലെടുക്കുക. ഒന്നിൽ ഇവിടുത്തെ അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ ദീപെന്തിക്കോസ് ചർച്ചിന്റെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുക്കണം. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ, മൂലയിൽ ഇരിക്കുന്ന മുസ്ലിയാരുടെ, സൈഡിലിരിക്കുന്ന പൂജാരിയുടെ, ഇപ്പുറത്ത് ഇരിപ്പുണ്ട് പള്ളിയിലച്ഛൻ്റെ, മാറ്റി വെച്ചിട്ടുണ്ട് ഉപദേശിയുടെ. തരുവോടോ മനുഷ്യ? തരത്തിലടോ മനുഷ്യ? ചിലപ്പോൾ ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെത്തിരിക്കും. പക്ഷെ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയും, ചുമ്മാ മനുഷ്യന്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തം. ഒറ്റ രക്തത്തിൽ നിന്ന് കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ചെന്ന് ബൈബിളിന്റെ പ്രഖ്യാപനം. അതുകൊണ്ടല്ലേ രക്തം കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും മസിലില്ലല്ലോ? ഉണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ടുകൊണ്ട് പാഞ്ഞു പോയ ചെറുപ്പക്കാരൻ ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറി പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുകൊടുത്തു. തല പൊട്ടി. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ 1 കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന് കരഞ്ഞപ്പോൾ തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി ഉടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ BJP അല്ലേന്ന് ഇന്ന് വരെ ഒരു അമ്മയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. പാസ്റ്റർ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണോ മനുഷ്യ തമ്മിൽ അടിക്കുന്നത്? എടോ, എന്തിനാണോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചുപോയി. മനോരമയെ പരസ്യം ചെയ്തു, 1 കിഡ്നി ആവശ്യമുണ്ടായി. പരസ്യം കണ്ടു വന്നത് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യ ഉണ്ടോടോ? പിന്നെ എന്തിനാണോ ഈ അടിക്കുന്നത്? തണ്ടും തടിയും ആരോഗ്യമൊക്കെ ഉരുട്ടി പിടിച്ചില്ല, ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ പെരുക്കി സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നടക്കുമ്പോൾ ഇവൻ ആരെങ്കിലുമൊക്കെ ഇടിക്കാൻ അങ്ങ് തോന്നുക.
എടാ, നീ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ, വാഴപ്പിണ്ടി പോലെ നീ താഴോട്ട് വീണാൽ, നിന്നെ പൊക്കിയെടുക്കുന്നവൻ ഏത് പാർട്ടിക്കാരനാണെന്ന് നിനക്ക് നാളെ ബോധം വന്നാലേ നീ അറിയത്തുള്ളൂ. മിനിമം അത്രയെങ്കിലും ബോധം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നാട് അനുഗ്രഹിക്കപ്പെട്ടു പോയനെ. കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എൻ്റെ അപ്പൻ്റെ മകനാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ സഹോദരനാണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് നീ മാറേണ്ടത്. മതമല്ല മാറേണ്ടത്, പേരല്ല മാറേണ്ടത്, സർട്ടിഫിക്കറ്റ് അല്ല തിരുത്തേണ്ടത്. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, അവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറയാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായി മനുഷ്യനെ മാറ്റുന്ന ഉലകം കണ്ട ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. തൻ്റെ അടുത്തോട് പറയാടോ, ഈ കണമല കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കാവി ഉടുത്തോ കൊന്തയിട്ടോ തൊപ്പിയിട്ടോ ഇങ്ങോട്ട് ഒരുത്തൻ കയറി വന്നാൽ തൻ്റെ അടുത്തോട് പറയാം, ഈ സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവനെ ആദ്യം വിളിക്കുന്ന പേരെന്താ? എന്താ? ബ്രദർ അല്ലേ, സഹോദര. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയാക്കിയാണ് സുവിശേഷം ഞങ്ങളെ മാറ്റിയത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഉപദേശിമാരെ കളിയാക്കി പറയത്തില്ലേ, യവന്മാർക്കൊരു നാണവമാനം ഇല്ലാത്തവന്മാരുടെ ആര്? ഈ ബെന്തിക്കോസുകാർ തന്നെ. ഓ, അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാർ പിന്നെയും വലിഞ്ഞു കയറി വരും. നാണവമാനം ഇല്ലാത്തവന്മാർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. സത്യമല്ലേ ഭാഷയെ? സത്യമാ. എന്താ? അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും നീ എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന തിരിച്ചറിവ് ഈ പുസ്തകം തലച്ചോറിൻ്റെ അകത്ത് തന്നതുകൊണ്ടാണ് നീ എത്ര ഉപദ്രവിച്ചാലും കളിയാക്കിയാലും ഇറക്കി വിട്ടാലും നാണം കെടുത്തിയാലും പിന്നെയും ബ്രദറെ ബ്രദറെ സഹോദരി എന്നും വിളിച്ച് നാണമില്ലാതെ വലിഞ്ഞു കയറി വരുന്നത്. നീ എൻ്റെ കൂടപ്പിറപ്പാണ്, നീ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും നശിച്ചു പോകുന്നത് കൂടപ്പിറപ്പായ എൻ്റെ ഹൃദയത്തിന് വേദന തരുന്നൊരു ആത്മാവ് അകത്തുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുണ്ടായിരുന്നെങ്കിൽ നാട് സ്വർഗമായി മാറിയേനെ. ആമേൻ. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത്. സ്തോത്രം. അല്ലെങ്കിൽ തന്നെ ജാതിയും മതവും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിക്കാത്തവന്റെ പേരാ മലയാളി അല്ലേ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ. ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് നിലവിളിച്ചില്ലേ? എന്നിട്ട് പഠിച്ചോ? അന്യർ ഈ വീട്ടിൽ പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വെച്ചു. 2018 വെള്ളം വന്ന് അകത്തോട്ട് ഇരച്ചു കയറിയപ്പോൾ മക്കൾ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും അന്യരെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പായും മമ്മിയും കുടുങ്ങിക്കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കണമെന്ന്. അപ്പൊ പട്ടിയൊക്കെ ഒഴുകിപ്പോയെന്ന്. അന്യര് പോയി പപ്പായും മമ്മിയും രക്ഷിച്ചു. ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല, കളർ ചോദിച്ചില്ല, കൊടി ചോദിച്ചില്ല, നിറം ചോദിച്ചില്ല, പാർട്ടിയും ചോദിച്ചില്ല അല്ലേ? വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മക്കൾ നാട്ടിൽ വന്നു. മതിലിൻ്റെ മേലെ 2 ഘട്ടം കൂടെ പൊക്കിക്കെട്ടി അടുത്ത ബോർഡ് വെച്ചു, പുതിയ പട്ടിയെ മേടിച്ചിട്ടുണ്ട്, അന്യരകത്ത് പ്രവേശിക്കരുത്. ഇനി അടുത്ത പ്രളയം പറഞ്ഞാൽ ഇവൻ ഇത് അഴിക്കണമെങ്കിൽ. ഇവൻ്റെ പേരാണ് മലയാളി. ആപത്ത് വരുമ്പോൾ മാത്രമേ ഇവൻ ഒന്നിക്കാൻ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാ? സ്ഥിരമായ അങ്ങനെ ഒരു ആത്മാവ് നിലനിൽക്കണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന ആ പാപമെന്ന് പറയുന്ന ഇരുട്ട് പുറത്തു പോയാൽ സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി മനുഷ്യൻ മാറും. അങ്ങനെ മാറ്റുന്നൊരു സന്ദേശമാണ് സുവിശേഷം. സംശയം എന്താ? ഈ പന്തലിനകത്ത് സുരേഷും സുമേഷും ഷമീറും തോമസും ജോസഫും ഒന്നിച്ചിരുന്ന് ജാതിപ്രശ്നം, മതപ്രശ്നം, വർണ്ണം, വർഗം, കളർ കൂടി വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാരും ഒന്നിച്ചിരുന്ന് ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ സ്ഥലമേ ഉലകത്തിലുള്ളൂ, അത് ദൈവസഭയാണ്. ഞങ്ങൾക്കിടെ കുഴപ്പങ്ങളില്ലെന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. എവിടെ കുഴപ്പമില്ലാത്ത എല്ലായിടത്തും ഉള്ള കുഴപ്പങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിലും ഇല്ലയെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കാരണം ജഡത്തിലെ മനുഷ്യരാണ്, കുറവും കുറ്റങ്ങളും എല്ലാം മനുഷ്യരിലും ഉണ്ട്. നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടല്ലേ? നമുക്ക് ആർക്കെങ്കിലും തുപ്പൽ ഇഷ്ടമാണോ? മിണ്ടുന്നില്ല. തുപ്പൽ ഇഷ്ടമാണോ? തുപ്പി വെച്ചിട്ട് കൊള്ളാമല്ലോ, സൂപ്പറായിട്ടുണ്ട് അങ്ങനെ പറയുമോ? ഇല്ല. തുപ്പൽ ആർക്കെങ്കിലും ഇഷ്ടമാണോ സൗകര്യം? അല്ല. എന്നാൽ പോയി മൊത്തം തുപ്പി വെച്ച് വന്നിരിക്കും. എന്തിനാ കൊണ്ട് നടക്കുന്നത്? ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനം, പക്ഷെ കൊണ്ട് നടക്കുക. ഇടയ്ക്കിടയ്ക്ക് തുപ്പുകയും ചെയ്യും. മൊത്തം തുപ്പിയിട്ടെങ്കിൽ വാ, നടക്കത്തില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ഇതിൻ്റെ അകത്ത് കൊണ്ട് നടക്കുന്നവരാ നമ്മളെ. അതുകൊണ്ട് ബലഹീനരായ കൂട്ട് സഹോദരങ്ങളുടെ കുറവുകളൊക്കെ അല്പവും ഒന്ന് ക്ഷമിക്കാം. സ്തോത്രം. എല്ലാം തികച്ചും എന്നല്ല പറയുന്നത്, സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി മാറിയാൽ മതി.
എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ കൂട്ടു സഹോദരങ്ങളാണ്. അങ്ങനെ നിന്റെ അകത്തൊരു മാറ്റം വരണമെങ്കിൽ പേരും സ്ഥലവും മതവും സർട്ടിഫിക്കറ്റും മാറിയാൽ നടക്കത്തില്ല. നടക്കോ? ഡെയിലി 2 കുപ്പി വെള്ളം അടിക്കുന്ന നാരായണനെ ക്രിസ്ത്യാനി പിടിച്ച് വമ്പേ കൊണ്ടുപോയി മുക്കി ജോസഫാക്കി. നാരായണനായപ്പോഴും അടിക്കും 2 കുപ്പി, ജോസഫ് ആയപ്പോഴും അടിക്കും 2 കുപ്പി. വല്ല കാര്യമുണ്ടോ? മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പറമ്പിൽ കാണുന്ന ചൊറുകണമില്ലേ, ചൊറിയാണത്തെ പറമ്പിൽ നിന്ന് ഇളക്കി വേരോട് ഇളക്കി എടുത്ത് വീട്ടിൻ്റെ ഷോക്കേഴ്സിൽ ചില്ലിട്ട AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. ഇപ്പോൾ സ്ഥലം മാറിയിട്ട് കാര്യമില്ല. എന്നാൽ പേര് മാറ്റാം. ചൊറിതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടീന്ന് എഴുതി ഒട്ടിച്ചു പോയി, എന്നാലും എന്ത് ചെയ്യും? ചൊറിയും. ഇപ്പോൾ സ്ഥലം മാറിയാലും പേര് മാറിയാലും അടിസ്ഥാന സ്വഭാവം മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചൊറിയും. അതുകൊണ്ട് പേരും സ്ഥലവും സർട്ടിഫിക്കറ്റും മാറുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിന്റെ അകത്ത് ആ പാപത്തിൻ്റെ ഇരുട്ട് പുറത്തു പോകണം. അപ്പൊ ഈ പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു എന്നാണ് ഇവിടെ വായിച്ചത്. അത് സകല മതക്കാരിലും എന്തുകൊണ്ട് വന്നു? ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായതുകൊണ്ട്. ആദാമ്യ പാപത്താൽ സർവ്വ മനുഷ്യരും പാപിയായി. ആ ചിന്ത മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് 1-2 പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വിശദമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ സമയം വേണം. ഇപ്പം തന്നെ സമയം പോയി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതിൻ്റെ അന്ത്യത്തിലോട്ടെത്തി. അത് ആ വചനത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമ്മൾ വചനം പ്രസംഗിക്കുകയാണെങ്കിൽ ആരും അവിടെ ഇരുന്ന് തൂങ്ങത്തില്ല, അവരങ്ങനെ ജ്വലിച്ചിരിക്കും. മനസ്സിലായി? അല്ല, നമ്മളിങ്ങനെ കത്തിച്ച് ഇപ്പോൾ തന്നെ. ഇപ്പം ചില ആളുകൾ പറയും പുള്ളിക്ക് കത്തിക്കാൻ അറിയാത്തതുകൊണ്ടാന്ന് പറയും. എനിക്കറിയാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്ക് നല്ലപോലെ അറിയാം. തൊണ്ടയ്ക്കകത്ത് മാക്രി വെച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ എനിക്കറിയാം. രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പന്തലിൻ്റെ അകത്തിറങ്ങി വ്യാപരിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നവരെല്ലാം കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ. എനിക്കറിയത്തില്ലേ? മനസ്സിലായി, പുള്ളിക്ക് അറിയാമെന്ന്. സ്തോത്രം. സുവിശേഷമാണ് പറയേണ്ടത്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഏകനാൽ പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, സർവ്വ മനുഷ്യനും പാപത്തിനടിമപ്പെട്ടു. പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന ചോദ്യത്തിന്റെ മറുപടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നുപോയി. അതാ റോമാലേഖനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണാം, അവൻ എന്ത് ചെയ്തു? മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്നിട്ട് എന്ത് ചെയ്തു? തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അടുത്ത വാക്ക് ശ്രദ്ധയോടെ കേട്ടോണം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്. മനുഷ്യന്റെ അകത്ത് പാപം എന്ന് പറയുന്ന വിപത്തു കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, ക്ഷയമുള്ള ചുമച്ചുതുപ്പുന്ന ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി, സൃഷ്ടിക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി. സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, ഈശ്വരനുണ്ട്, പടച്ചവനുണ്ട് എന്ന സത്യം മറന്നിട്ട് മനുഷ്യൻ സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവെച്ചു. ആർക്കൊക്കെ? പറ. ആർക്കൊക്കെ? മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങളുണ്ടായി. മനുഷ്യൻ, പിന്നെ പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക അല്ലേ? നാൽക്കാലി, മനുഷ്യൻ, ഇടജാതി. അപ്പൊ ചോദിക്കും പക്ഷി എന്ത് ചെയ്യുന്ന? വീട്ടിൽ പോയി ഫോട്ടോയ്ക്കകത്ത് സൂക്ഷിച്ച് നോക്കണം. ഇടജാതിക്ക് 2 ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്. 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുന്നു. പേര് പറയുന്നു ഞങ്ങൾ പണ്ടേ ക്രിസ്ത്യാനിയാണെന്ന്. സൃഷ്ടാവായ ദൈവത്തെ മറന്നുപോയി. മനുഷ്യന്റെ അകത്ത് പാപം എന്ന് പറയുന്ന വിപത്ത് കയറിയപ്പോൾ കണ്ണിൽ കണ്ടതിനെല്ലാം മനുഷ്യൻ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. നല്ല നാടൻ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചതാര്? പറ. കേട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ഒരു ചോദ്യം മാറ്റി ചോദിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നതാര്? അതാണ് ദുരന്തം അല്ലേ? ഇന്ന് ദൈവത്തെ ആര് സൃഷ്ടിച്ചു തരും? ഈ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ ഇങ്ങനെ വലിക്കുന്ന ഇവനാണ് ആരെ ഉണ്ടാക്കുന്നത്? ദൈവത്തെ സൃഷ്ടിക്കുന്നത്. ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ടടോ മനുഷ്യ. തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടായാൽ മതി. ഡിഗ്രി ഒന്നും വേണ്ട സൃഷ്ടാവിനെ അറിയാൻ. വേണ്ട. ഞാനൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് ചോദിക്കണം, സത്യസന്ധമായി പറയണം. 2018 പ്രളയം വന്നോ?
വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയോ? പെന്തിക്കോസുകാരൻ്റെ വീട്ടിലും കയറി. ഇരിക്കട്ടെ, ഒരു സമാധാനത്തിന്, ഇന്ത്യ മറ്റുള്ളവർക്കൊരു വിഷമം, നമ്മളെ പറയും എല്ലാത്തിൻ്റെയും കയറിയോ? കയറി. ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ വെള്ളത്തിൽ ഒഴുകി പോയോ? പറ, സത്യസന്ധമായി പറ. പോയി. ചാക്കോച്ചൻ നോക്കിയപ്പം യേശു തെക്കോട്ട് ഒഴുകുന്നു, വർഗീസ് വടക്കോട്ട് ഒഴുകുന്നു. വെളിയിലോട്ട് ഇറങ്ങി മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ താഴോട്ട് വരുന്നു. ഉടനെ വർഗീസ് ഒറ്റ വിളി, ചാക്കോച്ചൻ ഒറ്റ വിളി, ഹെലികോപ്റ്ററെ പ്ലീസ് വേഗം വാ. എൻ്റെ യേശുവിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ അതോ എന്നെ രക്ഷിക്കുന്നതാണോ? എന്തോ പറഞ്ഞു, സത്യമേ പറയാവൂ, ഉറക്കെ പറ. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഹെലികോപ്റ്റർ താഴെ വന്നു. ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി ആക്കി രക്ഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി. ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിപ്പോയി അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചിട്ട് അതിനോട് പറയാ, എന്നെ രക്ഷിക്കണേ. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി വേണോടോ മനുഷ്യ? വേണോടോ? ഇത് തലയ്ക്കകത്ത് ബോധമുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാക്കിക്കൂടെ സൃഷ്ടാവ് ആര്? അപ്പൊ ഇവിടെ ബൈബിൾ പറയുകയാണ്, മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചപ്പോൾ സൃഷ്ടിച്ചവനെ മറന്നു, സൃഷ്ടാവിനെ മറന്നു. മനുഷ്യൻ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തുകൊണ്ട് മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ മറന്നുപോയി. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് പാപത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തി സർവശക്തനായ ദൈവത്തെ മറന്നുപോയി. പാപമകത്തു കയറിയ കാലം മുതൽ ഒരു മോക്ഷം കൊതിക്കുന്ന ഹൃദയവുമായി മനുഷ്യൻ അലയാൻ തുടങ്ങി. എവിടെ കിട്ടും മോക്ഷം? മനുഷ്യൻ നിലവിളിച്ചു ഈശ്വരന്മാരോട് മോക്ഷത്തിനായി. പുരാണങ്ങൾ പരിശോധിച്ചാൽ മോക്ഷത്തിനായുള്ള പ്രാർത്ഥനാ സൂക്തങ്ങൾ കാണാം. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, അതെ, ആ പറഞ്ഞത് ശരിയാണ്. അസതോമാം സദ്ഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യോമാം അമൃതംഗമയ എന്ന് നിലവിളിച്ചു. എന്താ അർത്ഥം? സത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവൻ. പ്രാർത്ഥനാ സൂക്തമാണ്. മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥനാ സൂക്തമുണ്ടോ? അവർ പറയും, ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തങ്ങളിൽ ഒന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബ്. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം, നീ എന്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകണം. ക്രിസ്ത്യാനിയോട് ചോദിക്കും, ശരിയാണോ അച്ചായ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പ്രഖ്യാപിച്ചു മനുഷ്യൻ പാപിയാണ്. പാപത്തിൽ നിന്നൊരു മോക്ഷം മനുഷ്യന് ആവശ്യമാണ്. മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു, കിട്ടിയില്ല. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തി, കിട്ടിയില്ല. മോക്ഷം തേടി തീർത്ഥയാത്രകൾ നടത്തി, കിട്ടിയില്ല. മോക്ഷം തേടി കിലോമീറ്ററോളം സഞ്ചരിച്ചു, കിട്ടിയില്ല. എവിടെ കിട്ടും മോക്ഷം? മനുഷ്യൻ അലഞ്ഞു നടന്നു. മോക്ഷത്തിന് വേണ്ടി ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി. എന്നാൽ വേദപുസ്തകം പറയുന്നു, നീ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി വഴിയരികിൽ നിന്ന് കൈ നീട്ടുന്ന ഭിക്ഷാന്തേഹിയല്ല ദൈവം. മനുഷ്യന്റെ കൈക്കൂലി തുട്ടുകൾ ദൈവത്തിന് വേണ്ട. മോക്ഷം തേടി മനുഷ്യനാകുന്ന പണി 58 ചെയ്തു, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, പത്തനംതിട്ടയിൽ ഇളന്തൂരിൽ മോക്ഷം തേടി കൂടപ്പുറപ്പായ മനുഷ്യനെ നരബലി കൊടുക്കാൻ മടിയില്ലാത്തവനായി മനുഷ്യൻ നരബലികൾ നടത്തി നോക്കി. ദൈവപ്രസാദം കിട്ടാൻ, ഈശ്വരപ്രസാദം കിട്ടാൻ, മോക്ഷം കിട്ടാൻ നരബലി നടത്തി നോക്കി, കിട്ടിയോ? കിട്ടിയില്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുകയാണ്. അങ്ങനെ മോക്ഷം തേടി മനുഷ്യനാവുന്ന പണി 58 നോക്കി, നരബലി നടത്തി നോക്കി, വെള്ളത്തിൽ മുങ്ങി കുളിച്ചു നോക്കി, കിലോമീറ്ററോളം സഞ്ചരിച്ചു നോക്കി, നടന്നു നോക്കി, വണ്ടിയെ പോയി നോക്കി. ചോദിക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളി. കിട്ടിയോ മോക്ഷം? അതറിയത്തില്ല, അടുത്ത വർഷം പോകണം. അങ്ങനെ മോക്ഷം തേടി വർഷാവർഷം മനുഷ്യൻ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു. മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ നടത്തിക്കൊണ്ടിരുന്നു. മോക്ഷം തേടി തീർത്ഥയാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. എവിടെ കിട്ടും മോക്ഷം? കിട്ടിയില്ല. മോക്ഷം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവാനെ. മനുഷ്യൻ നിലവിളിച്ചു. സർവ്വ മനുഷ്യന്റെയും വിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവ് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ സഞ്ചരിക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഈ കണമല ദേശത്ത് ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നാസറേത്തുകാരനായ യേശു ക്രിസ്തു. 1
അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. കണമല ദേശമേ, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപമോചനം പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ, തിന്മയിൽ നിന്ന് രക്ഷയിലേക്ക് നടക്കാൻ, നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മനുഷ്യന് പാപമോചനം പ്രാപിപ്പാൻ യുഗത്തിൽ മറ്റൊരു രക്ഷാമാർഗം ഇല്ലവേ ഇല്ലെന്ന് കണമലയോട് അത്യുച്ചത്തിൽ അഭിമാനത്തോടെ വിളംബരം ചെയ്യുകയാണ്. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷം. അത് പറയാൻ ഒക്കത്തില്ലെങ്കിൽ നീ ഈ പണിക്ക് നിൽക്കരുത്, വല്ല തൊഴിലുറപ്പിനും പൊക്കോണം. എന്നാ സ്വോത്രം പോയത്? സുവിശേഷ യോഗം വെച്ചാൽ സുവിശേഷം പറയണം. ഒക്കാത്തവൻ ഇറങ്ങരുത്. ഒത്തിരി സങ്കടമുണ്ട്. വഴി പോകുമ്പോൾ ഒരു സുവിശേഷ യോഗം കണ്ടു, ആര് പ്രസംഗിച്ചാലും വചനമല്ലേ, നിർത്തി ഒന്ന് കേൾക്കാം വിചാരിച്ചു. ഗ്ലാസ് തുറന്നിട്ടൊന്ന് നോക്കി. അപ്പോൾ പറയാണ്, ഇന്ന് രാത്രിയിൽ എൻ്റെ ചിന്താ വിഷയം ഭർത്താക്കന്മാർ ഭാര്യമാരോട് അടുക്കളയിൽ എങ്ങനെ പെരുമാറും. എന്നിട്ട് കത്തിക്കുക. നാളെ മുതൽ സഹോദരന്മാർ അടുക്കളയിൽ കയറിക്കണം. അത് കേട്ടപ്പോഴത്തേക്ക് അമ്മാമ്മമാരെല്ലാം ആത്മാവിലായി. ഞാൻ ദൈവാസന്മാരോട് പറയുക, പച്ചയ്ക്ക് സുവിശേഷം പറയുന്ന സാധുക്കളായ അഭിഷിക്തന്മാർ നിങ്ങളുടെ ഇടയിലുമുണ്ട്, നമ്മുടെ ഇടകളിലുണ്ട്. അവരെ രംഗത്ത് കൊണ്ടുവരണം. ഈ മാജിക്കുകളൊക്കെ അവസാനിക്കണമെങ്കിൽ ശക്തരായ ചെറുപ്പക്കാർ സുവിശേഷത്തിൻ്റെ ആത്മാവുമായി രംഗത്തിറങ്ങണം. അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അടുത്ത വർഷം ഷമീർ കൊല്ലത്തെ വിളിച്ചില്ലേലും വേണ്ടില്ല, ഈ ദിവസം നിങ്ങളൊരു ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിക്കുക. ഞാൻ റോഡിൽ കാണും, എനിക്കത് മതി. പെന്തിക്കോസുകാരെ കൈയടിപ്പിക്കുന്നതോട് വലിയ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചോ, നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ മുഴുവൻ ചെയ്തെടുക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടല്ലോ. അതിനൊന്നും നമ്മൾ എതിരല്ല. ആത്മീയ ശുശ്രൂഷകളെല്ലാം അകത്ത് നടക്കട്ടെ, ജനം സുവിശേഷം കേൾക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇവിടെ ഒറ്റ മതം യേശു സ്ഥാപിച്ചിട്ടില്ല. മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വരുന്നവനെന്ന് പ്രവചിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു യേശുക്രിസ്തു. 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഒത്തിരി ചിന്തകൾ എഴുതി വെച്ച് ചിന്തിച്ചൊക്കെ വന്നതാണ്. പക്ഷെ അതൊന്നും പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് നിർത്തുക. ബാക്കി നാളെ വരുന്ന ആൾ ഒട്ടും മോശമല്ല. ഇതിൻ്റെ ബാക്കി നാളെ വിട്ടോളൂ, അല്ലേ? നാളെ തന്നെ വിട്ടോളൂ. സ്തോത്രം. അപ്പം അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇറങ്ങി വന്നേ, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കി. അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറക്കൽ യേശുക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്താം. 3 ആണി കൊണ്ട് അരിമത്യക്കാരൻ്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല കണമലയിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇങ്ങനെ ഒരു കൊയർ ടീം ഇവിടെ ഉണ്ടാകത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി 42ാമത് കണമല കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടാകത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്വായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങി ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ആ യേശു ഇന്നും ഈ 9:25 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ പന്തലിലുണ്ടെങ്കിൽ കരമുയർത്ത് ദൈവത്തിന്റെ മഹത്വം. പാട്ടുകാർ വന്നു, ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് പാടാം. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്തൊടുങ്ങിയപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും 9:25 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി. എന്ത് സന്തോഷമായി എനിക്ക്. എന്താ എന്നൊക്കെ തുടങ്ങണ്ട, എന്താ കാര്യം എന്നറിയാമോ? എന്താ സന്തോഷത്തിന്റെ കാരണം പറഞ്ഞിട്ട് പാടാം. ഞങ്ങളുടെ നാട്ടിൽ പല ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. ഇവര് പറയുന്നു 9:30 ജീവിക്കുന്നെന്ന്. സന്തോഷമില്ലാതിരിക്കുമോ? ഈ ദൈവദാസൻ ഇങ്ങോട്ട് നോക്ക്. ഈ ദൈവദാസൻ
പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുക എന്ന് വിചാരിക്കുക. ഉദാഹരണം, ഇദ്ദേഹത്തിൻ്റെ മകൻ ഇദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ, നല്ല ഗ്ലാമർ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നേ ഭിത്തിയാൽ ആണി അടിച്ചങ്ങ് വെച്ചു. എന്നിട്ടൊരു പൂമാല മേടിച്ചുകൊണ്ട് ഇട്ടു, കുറച്ച് പൂക്കളും പറിച്ചുകൊണ്ട് ഇട്ടു, ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ചു വെച്ചു. പുള്ളി ജീവനോട് അവിടെ ഇരുന്ന് പത്രം വായിക്കുക. അപ്പോൾ ഈ മോൻ ഇങ്ങോട്ട് വന്നേച്ച് ആ ഫോട്ടോയെ നോക്കിയിട്ട് പറയുക, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചർ എൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണം. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമാകുമോ? നിങ്ങൾക്കൊക്കെ മക്കളുള്ളവരല്ലേ? നിങ്ങളെ വീട്ടിലാണെങ്കിൽ സന്തോഷം വരുമോ? ഇല്ല അല്ലേ? അപ്പൻ ചാടി എഴുന്നേറ്റ് അവനിട്ടോ ഒറ്റ കീറ് കൊടുത്തേച്ച് പറയും, ഓടാ അവിടെ നിന്ന് പറയും. വടികൊണ്ട് പോലെ ജീവനോട്ടിരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തിയെ വെച്ച് 100 രൂപ തരാനോ ഓടാന്ന് പറയത്തില്ലേ? ഈ ലോകത്തിലെ അപ്പൻ്റെ ചങ്കു വേദനിച്ചെങ്കിൽ, ചിരിക്കാൻ പറഞ്ഞതല്ല, ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആമേൻ 1 വർഷം കൂടെ നിൽക്കട്ടെ കർത്താവേ, 2024 കൂടെ ഒന്ന് നിന്നോട്ടെന്ന് പറഞ്ഞ് മധ്യസ്ഥ അണച്ചുകൊണ്ട് എൻ്റെയും നിൻ്റെയും ആയുസ്സിനെ ഒരു പുതിയ വർഷത്തിലേക്ക് നീട്ടിത്തരുവാൻ ആളത്വമായി നിലകൊള്ളുന്ന, കല്ലേറുകൊണ്ട് ചാകാനൊരുങ്ങിയ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും, അവിടുത്തെ ഭിത്തിയിലൊരു ഫോട്ടോയും കണ്ടെന്നല്ലടോ, ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായി നിലകൊള്ളുന്ന യേശുക്രിസ്തുവിനെ കണ്ടെന്നെഴുതിയിരിക്കുമ്പോൾ, ജീവനുള്ളവനായ യേശുക്രിസ്തുവിനെ മരിച്ചവനെ പോലെ ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ, നിനക്ക് അയ്യോ കഷ്ടം. വേദപുസ്തകം ചോദിക്കുന്നു, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ നോക്കി ദൂതസംഘം ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ലോക സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് രാത്രി കണമലയോട് പറയട്ടെ, ആമേൻ, ഇതാകുന്ന രക്ഷാ ദിവസം, ഇതാകുന്ന സുപ്രസാദ കാലം, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപമോചനം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ വരവടുത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം. അല്ലല്ലല്ല, ഞാനും പോകുമെന്ന് രാത്രി തീരുമാനമുള്ളവര് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.